السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഇന്നത്തെ ഈ കുടുംബസംഗമത്തിൻ്റെ ആധ്യക്ഷ്യം ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രിയങ്കരനായ സുഹൃത്ത് ഹാരിസ് മുറിച്ചാണ്ടി സാഹിബ് അവറുകളെ, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് നമ്മളോട് അനുഗ്രഹ രീതിയിൽ അതിന് പ്രാരംഭം കുറിച്ച പ്രിയങ്കരനായ സുഹൃത്ത് അബ്ദുള്ള റഹ്മാനി സാഹിബ്, ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മളോട് സംവദിച്ച വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് 3 വിധാനത്തിൽ ഒതുങ്ങിക്കൊണ്ട് നമ്മളോട് ഉദ്ഘാടന പ്രഭാഷണം നടത്തിയ മഹല്ല്, അതിൻ്റെ ആവശ്യകത, മനുഷ്യൻ, അതിൻ്റെ ഒരുമ, അതോടൊപ്പം കുടുംബം, കുടുംബത്തിൻ്റെ മഹിതമായ പാരമ്പര്യം എന്നീ വിഷയത്തെ കുറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച പ്രിയങ്കരനായ സുഹൃത്ത് ഇസ്മായിൽ സാഹിബ് ഏറാമല, ഇവിടെ ആശംസകൾ അറിയിച്ച് സംസാരിക്കാനിരിക്കുന്ന ഈ ലിസ്റ്റിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഫൈസൽ കായക്കണ്ടി, അതോടൊപ്പം ഇബ്രാഹിം മുറിച്ചാണ്ടി സാഹിബ്, മറ്റ് പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള കുഞ്ഞബ്ദുള്ള ഹാജിയെ പോലെയുള്ള, അതേപോലെ തന്നെ കുരുട്ടി മൊയ്തു ഹാജി സാഹിബിനെ പോലെയുള്ള, കായക്കണ്ടി അന്തൂർ ഹാജിയെ പോലെയുള്ള, ഇബ്രാഹിം ഹാജി യുവിയെ പോലെയുള്ള, മജീദ് കളത്തിലിനെ പോലെയുള്ള വേദിയിലെ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, പ്രത്യേകിച്ച് കുഞ്ഞഹമ്മദ് ഹാജി മുറിച്ചാണ്ടി. ഇന്നത്തെ ഈ സംഗമം കുടുംബ സംഗമമാണ്. ഒരു മഹല്ല്, അതിൻ്റെ ചരിത്ര നിയോഗത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഞാൻ ഇന്നലെ എറണാകുളത്ത് നിന്ന് പരിപാടി കഴിഞ്ഞ് വരാൻ രാത്രി 2 മണിയായി. 2:30 മണിക്കാണ് ഉറങ്ങുന്നത്. 4:30 പിന്നെ എണീറ്റു. 2 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ ഇന്നലെ. പിന്നെ നിങ്ങളുടെ ഈ നാട്ടിലേക്ക് എൻ്റെ നാട്ടിൽ നിന്ന് 3.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും എനിക്കുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് എല്ലാം ഭംഗിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഹല്ല് അതിൻ്റെ ചരിത്ര നിയോഗത്തിലാണ് എന്ന് പറയാനുള്ള കാരണം, നമ്മുടെ നാട്ടിൽ ഒരു കൺസ്ട്രക്ഷൻ നിലനിൽക്കുന്നത് ഏതാണ്ട് 50 വർഷത്തേക്കാണ്. ചില വീടുകൾ 30-35 പൊളിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഏകദേശം ഒരു ഡ്യൂറേഷൻ 50 വർഷമാണ്. അത് തുർക്കി ആളുകളൊക്കെയാണ് കയറ്റുന്നതെങ്കിൽ 100, 150, 200 വർഷമൊക്കെ അവർ കാണാറുണ്ട്. നമ്മളെ നാട്ടിൽ പാല നിർമ്മാണങ്ങളൊക്കെ അത്രയും വർഷമെടുത്തിട്ടാണ് അവർ പരിഗണിക്കാറുള്ളത്. അപ്പം നമ്മുടെ മുമ്പുണ്ടായിരുന്ന മസ്ജിദ്, അത് തൽക്കാലത്തേക്ക് പൊളിച്ചു മാറ്റി പുതിയൊരു അതിൻ്റെ പുനർനിർമ്മാണം നടക്കുമ്പോൾ ഇതൊരു 50 വർഷത്തേക്കുള്ള തലമുറയുടെ ഒരു പുതിയ കാഴ്ചയാണ്. എൻ്റെ മഹല്ല് കോന്നല്ലൂർ മഹല്ലാണ്. അവിടെയാണ് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ദർസോതി പഠിച്ചത്. എൻ്റെ 13ാമത്തെ വയസ്സിലാണ്
ആ പള്ളി വീണ്ടും പുനർനിർമ്മാണം നടത്തിയതും ഉദ്ഘാടനം ചെയ്തതും. വല്ലിപ്പയുടെ കൈ പിടിച്ചുകൊണ്ട്, വല്ലിപ്പയായിരുന്ന അവിടുത്തെ മുത്തവല്ലി, അതിൻ്റെ മുഖ്യ ധാരകന്മാരിൽ ഒരാൾ ഇപ്പം മൂത്താപ്പയാണ്. അതുകൊണ്ട് തന്നെ ഹൈദരലി തങ്ങളൊക്കെ അവിടെ ഓതുന്ന സമയത്ത് കാരണവന്മാരാണ് എൻ്റെ വല്ലിപ്പമാരൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, അവരുടെ കൈ പിടിച്ചുകൊണ്ട് ആദ്യത്തെ പള്ളിയിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ഹൗദ് എന്ന് പറയുന്ന വുദുവെടുക്കാനുള്ള സ്ഥലം ടിന്നുകൊണ്ട് മുക്കിയൊഴിച്ച് രാവിലെ വരും. അതിനാണ് ഈ തണ്ണീമ്പീത്തി എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ട മൈമുട്ടി മുസ്ലിയാർ വരും. എന്നിട്ട് ഇങ്ങനെ ഉപ്പാപ്പാന്റെ കൂടെ ഇങ്ങനെ പള്ളിയിലേക്ക് അന്ന് കൈപിടിച്ചു പോകുന്ന സമയത്ത് ഹൗദ് മുക്കി നടക്കുന്നേ ഉണ്ടാവുള്ളൂ. അതൊന്നും ചിലപ്പോൾ പുതിയ തലമുറക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതേപോലെ തന്നെ കയ്യിലുകൊണ്ടായിരുന്നു, തള്ളക്കൈലെന്നാ പറയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ, അതുകൊണ്ടായിരുന്നു കാലൊക്കെ കഴുകിയിരുന്നത്. ആ ഒരു കാലം എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 13 വയസ്സിന് മുമ്പുള്ള കാലം. അത് മരത്തിന്റെ പള്ളിയായിരുന്നു. പ്രൗഢമായ ഒരുപാട് മരങ്ങളും ഈ നാദാപുരത്തൊക്കെയുള്ള പള്ളി പോലെ ഒരുപാട് ഖുർആന്റെ ആപ്തവാക്യങ്ങൾ ആ മരത്തിൽ അന്നേ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, മമ്പുറം തങ്ങൾ വന്ന് താമസിച്ച് അവിടെ ഒരു സ്രാമ്പിയുണ്ടാക്കി പെണ്ണയുണ്ടാക്കിയ പള്ളിയാണ് ഇത് എന്ന് പറയപ്പെടാറുണ്ട്. ഞങ്ങളുടെ തറവാട്ടങ്ങളിൽ അദ്ദേഹം താമസിച്ച, മമ്പുറം തങ്ങൾ താമസിച്ചിട്ടുള്ള റൂമും അദ്ദേഹത്തിന്റെ സാധനങ്ങൾ എപ്പോഴും ഉണ്ട്. ഇടയ്ക്ക് പത്രത്തിൽ വരാറുണ്ട്, ആളുകൾ കാണാനും വരാറുണ്ട്. അപ്പൊ ആ ഒരു പ്രാചീനമായ കാലഘട്ടത്തിൽ ആളുകൾ പ്രയാസത്തോടു കൂടി ഉണ്ടാക്കിയിട്ടുള്ളൊരു പള്ളി, അത് മാറ്റുക എന്നത് തന്നെ ചരിത്രത്തോട് ചെയ്യുന്ന ഒരു വേദനയുണ്ടതിൽ. നമ്മുടെ ഉപ്പാപ്പമാര് അധ്വാനിച്ചിട്ടുണ്ടാക്കിയ ഒരു സാധനമാണ്. നമ്മുടെ പള്ളിയിൽ ഒരിക്കൽ കുട്ടിക്കാലത്ത് ഉപ്പാപ്പാന്റെ കൂടെ വന്നിരുന്ന കാലത്ത്, ഞാൻ എൻ്റെ കഥ പറയല്ല കേട്ടോ, നിങ്ങളുടേതുമായി ബന്ധപ്പെടുത്തി പറയാം. ഒരു ദിവസം എൻ്റെ ഉപ്പാപ്പ ചൂടാകുന്നത് ഞാൻ കാണാറില്ല. അങ്ങനെ ചൂടാകാത്ത ഒരാളാണ്. വളരെ സൗമ്യനായി, നല്ല മുത്തക്കിയായി, ഒരു വലിയനെ പോലെ ജീവിച്ചിരുന്നൊരു പാവം മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു പ്രാർത്ഥന കൊണ്ടാകാം ഞാനൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വന്ന് നിൽക്കുന്നത്. എന്നൊരു വലിയ പണ്ഡിതനാക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ മോഹം ഉണ്ടായിരുന്നു. അതും എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ആശ പോലെ നമ്മളായിട്ടില്ല എന്നതും എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, അവനൊരു ദിവസം അവിടെ ഒരു മുക്രി ആയിട്ടുള്ള ഒരാള്, കുറച്ച് പ്രായം ചെന്ന ആള് ബാങ്ക് കൊടുക്കാൻ വൈകിയപ്പോൾ ജുമാക്ക് കമ്മിറ്റിക്കാരെല്ലാവരും കൂടിയിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇത്ര വൈകിയത്? 5 മിനിറ്റ് ആകെ വൈകിട്ടുള്ളൂ. ഒരുപാട് പണിയെടുത്തതിന് ശേഷം വേണം മുക്രിക്ക് വന്ന് ബാങ്ക് കൊടുക്കാൻ. ഈ മുക്രി എന്ന് പറഞ്ഞാൽ മുക്കരി ആണ് കേട്ടോ. മുക്കരി, ഖുർആൻ ഓതുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ആ മുക്കരി എന്ന വാക്കാണ് പിന്നെ മുക്രി എന്നായത്. പലർക്കും ഇപ്പോഴും അറിയില്ല മുക്കരി ആണ് ഈ മുക്രി എന്ന് പറയുന്ന സാധനം. ആ സമയത്ത് എൻ്റെ വല്യപ്പ ചൂടായത് എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടിക്കാലത്ത് പഴയ പള്ളിക്ക് വേണ്ടി പാടത്തിന്റെ അപ്പുറത്ത് നിന്ന് മണ്ണേറ്റി കൊണ്ടുവന്നിട്ടുള്ള അബ്ദുഹാജിയെ കുറിച്ച് ഇപ്പൊ നിങ്ങളിങ്ങനെ വന്നിട്ട് വല്ലാണ്ട് അദ്ദേഹത്തോട് ചൂടാകരുത് എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പുനർനിർമ്മാണം നമ്മൾ ആഘോഷിക്കുമ്പോൾ പഴയ പള്ളിയെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ആ കാലഘട്ടത്തിൽ ആളുകളെ ഓർക്കേണ്ടതുണ്ട്. അന്ന് ഒരു പിടി അരി മെല്ലെ ഇങ്ങനെ വാരിയിട്ടിട്ട് ആ ഒരു പിടി അരി കൊണ്ട് മുന്നോട്ട് പോയിരുന്ന പള്ളികളെ കുറിച്ച്, ദർസിനെ കുറിച്ച്, അതേപോലെ തന്നെ മദ്രസയെ കുറിച്ച് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. മദ്രസയുടെ 2ാമത്തെ മദ്രസ വന്നത് താന്നൂരിലാണ്, കടപ്പുറത്ത്. ബാഫക്കി തങ്ങളുടെ കാലമാണ്. തുടങ്ങിവെച്ചത് വളരെ സാത്വികരായ ആളുകളാണെങ്കിൽ പോലും അതിനെ പ്രൗഢമായ രീതിയിൽ തുടങ്ങിവെച്ചത് ബാഫക്കി തങ്ങളാണ്. ബാഫക്കി തങ്ങളുടെ കാലഘട്ടത്തെ നമ്മൾ ഓർക്കണം. അത് ഓർക്കാതെ നമ്മൾ മദ്രസയെക്കുറിച്ചോ പള്ളിയെക്കുറിച്ചോ ഒന്നും വല്ലാണ്ട് പറഞ്ഞു പോയത്. രാഷ്ട്രീയ പ്രസംഗമല്ല ഇത്. കൊയിലാണ്ടി അങ്ങാടിയിൽ പ്രഭാഷണം നടത്തി അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് മദ്രസ കയറ്റിയ ഒരു ബാഫക്കി തങ്ങളെ നമ്മൾ അറിയണം. മദ്രസ എന്ന സിസ്റ്റത്തിലേക്ക് അത് ഏറ്റവും ശക്തമായി നമ്മുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഈ ഒരു അംഗങ്ങൾക്ക് അത് വിഭാവന ചെയ്തത് ബാഫക്കി തങ്ങളാണ്. ആ ബാഫക്കി തങ്ങളെ മറന്നുകൊണ്ട് മദ്രസയെ നമ്മൾ ചർച്ച ചെയ്യരുത്. പഴയ കാലത്ത് മമ്പുറം തങ്ങളുടെ സഞ്ചാരത്തിലൂടെ സ്രാമ്പികൾ ഉണ്ടാകുകയും ആ സ്രാമ്പികൾ പിന്നെ പള്ളിയാക്കി മാറ്റുകയും ചെയ്ത ചരിത്രം പറയാതെ നമ്മൾ പള്ളികളെ കുറിച്ച് അധികം സംസാരിക്കരുത്. അതുകൊണ്ട് പ്രാചീനമായ ആളുകൾ ഉണ്ടാക്കിയ, പഴയ നമ്മുടെ തറവാട്ട് കാരണവന്മാർ ഉണ്ടാക്കിയിട്ടുള്ളതിനെ പിന്നെ പ്രൗഢമായി നമ്മൾ തുടങ്ങുകയാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വിശാലമായ, നമ്മൾ ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന പള്ളി.
ആ പള്ളി കെട്ടിടത്തിന് വലിയ പ്രൗഢിയുണ്ടാകും, അതിന് സാമ്പത്തികവും ഒരുപാട് നിങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ടാകും. പക്ഷേ പഴയ കാലത്തെ ആളുകളെ പോലെ എത്ര ത്യാഗവും എത്ര കണ്ണുനീരുമുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. പഴയ കാലത്ത് കണ്ണീരാൽ നിർമ്മിച്ച പള്ളിയായിരുന്നു അത്. പൈസയില്ലാത്ത കാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയിരുന്ന ഒരു പള്ളിയാണ് നമ്മൾ ഇന്ന് എന്താക്കിയത്, ഇല്ലാതെയാക്കി പുനർനിർമ്മിച്ചത്. അതിൽ അവരുടെ റൂഹും സന്തോഷിക്കുന്നുണ്ട്. അങ്ങനൊരു സന്ദർഭത്തിൽ ഇന്നലെയുടെ ചരിത്രത്തെ ഓർത്തുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നാളെയുടെ ലോകത്തേക്ക് കൂടിയിട്ടുള്ള ഒരു പ്രൗഢമായ നിർമ്മിതിയുടെ പേരാണ് സത്യത്തിൽ ഈ പള്ളി. 14-ാം തീയതി പ്രിയങ്കരനായ നമ്മുടെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുകയും പ്രിയപ്പെട്ട ജഫ്രി മുത്തുക്കോയത്തങ്ങൾ, സയ്യിദ് മുത്തുക്കോയത്തങ്ങൾ അതിന് പ്രൗഢമായ രീതിയിൽ ആശീർവാദം പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിന് കാത്തിരിക്കുമ്പോൾ ഇത് ചരിത്രത്തിന്റെ വലിയൊരു മുഹൂർത്തമാണ്. 150ഓളം വീടുകൾ മാത്രമുള്ള ഈ മഹല്ലിന് എന്നും ഓർക്കാവുന്ന നിമിഷങ്ങളാണ്. ഇത് കേവലം ഒരു പരിപാടിയല്ല. ഞാൻ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഫൈസൽ സാഹിബിനോട് പറഞ്ഞിരുന്നു, ഞാൻ ഈ പരിപാടിക്ക് വരണോ? കാരണം മഹല്ല് പരിപാടിക്ക് കുറേ പോയിട്ടുണ്ട്. 1500 മഹല്ലിന്റെ ഒന്നിച്ചുള്ള പരിപാടിക്കും പോയിട്ടുണ്ട്. അതെവിടെ നിങ്ങൾ ചോദിക്കും? തെക്കാണത്. ഏകദേശം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ദക്ഷിണ കേരളയുടെ 1500 മഹല്ലുകളുണ്ട്. അതിന്റെ പരിപാടിക്ക് ഞാൻ മൂന്നാറിൽ പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മഹല്ല് പരിപാടി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് വേങ്ങരയുടെ ഭാഗത്ത് വെച്ച് മലപ്പുറം ജില്ലയിലെ 64 മഹല്ലുകളുടെ സംഗമമുണ്ടായി. ജില്ലയിൽ 64 മഹല്ലൊന്നുമല്ല, എന്നാലും ആ ഭാഗത്തെ മഹല്ലിന്റെ അതിലും ഈ വിനീതനെ സംബന്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മഹല്ല് പരിപാടികൾ തകൃതമായി നടക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. പിന്നെ ഒറ്റപ്പെട്ടും കൂട്ടമായും വ്യത്യസ്തമായ ധാരാളം ആയിരക്കണക്കിന് മഹല്ലുകളുടെ പരിപാടികൾ. പക്ഷെ ഈ പരിപാടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചരിത്രത്തിന്റെ ദശാസന്ധി കഴിഞ്ഞ് മറ്റൊന്ന് ഒരു ചരിത്രത്തിലേക്ക് തുടക്കം കുറിക്കാൻ. അപ്പൊ നമ്മൾ ഇതിന് ആഭംഗമായിട്ട് പറയാനുള്ളത്, ഞാൻ ഈ അടുത്തിടെ പാലക്കുളം എന്ന് പറയുന്നൊരു മഹല്ലിലെ പരിപാടിക്ക് പോയി. മഞ്ചേരിയിലെ പാലക്കുളം അറിയാമായിരിക്കും പലർക്കും. വലിയ മഹല്ലാണ്, ഏകദേശം 1000-ലേറെ വീടുകളുള്ള മഹല്ലാണ്. അവിടെ അതേ ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത്, എത്രമാത്രം നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, അന്ന് ഉദ്ഘാടനം ചെയ്തത് ഒന്ന് ടറഫാണ്. ചിന്തിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ടറഫ്, കുട്ടികൾക്ക് കളിക്കാനുള്ള. മറ്റൊന്നെന്ന് അവിടെ ഉദ്ഘാടനം ചെയ്തത് വലിയൊരു ഗ്രൗണ്ടാണ്. ടറഫ് അല്ലാതെ വേറൊരു ഗ്രൗണ്ട്. പിന്നെ ഒന്ന് ആൺകുട്ടികൾക്ക് വരാൻ പറ്റുന്ന മഹല്ലിന്റെ ജിമ്മാണ്. സ്ഥലം മഞ്ചേരി പാലക്കുളം മഹല്ല്. ഞാനതാണ് പേരെടുത്ത് പറയുന്നത്. കാരണം ജിമ്മിന് പോകുന്ന കുട്ടികൾ പല ആൾക്കാരും പള്ളിയിലേക്ക് വരുന്നില്ല. അപ്പൊ പള്ളിയിൽ തന്നെ ജിമ്മ് തുടങ്ങാൻ തീരുമല്ലോ. നമ്മൾ വിചാരിച്ചത് പള്ളി എന്ന് പറയുന്നത് കേവലം നിസ്കരിച്ച് ഒഴിയാൻ മാത്രമുള്ള ഒരു സ്ഥലമാണ് എന്നാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഭൗതിക വിദ്യാഭ്യാസമെന്നും ആത്മീയ വിദ്യാഭ്യാസമെന്നും വിദ്യാഭ്യാസത്തെ വേർതിരിക്കാനേ പാടില്ല. നമ്മൾ സയൻസിനെ ഏതിൽപ്പെടുത്തും? സയൻസിനെ നമ്മൾ പെടുത്തുന്നത് ഏതിലാണ്? ബയോളജി, സുവോളജി, ബോട്ടണി, അനാട്ടമി. അതിൽ കുറെ ഭാഗങ്ങൾ ഇങ്ങനെ കടന്ന് ബയോളജി തന്നെ വ്യത്യസ്തമായി പോകുമ്പോൾ അതൊക്കെ എവിടെ പെടുത്തും? നമുക്കതിനെ മിയർ സയൻസ് എന്ന് പറയാം. പക്ഷെ അതിനെ ഖുർആനികമായി പഠിക്കുമ്പോൾ ആ പറയുന്നതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ പറ്റും. എംബ്രിയോളജിയാണോ നിങ്ങൾ പഠിക്കുന്നത്? ജൈവശാസ്ത്രത്തെക്കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത്? മനുഷ്യന്റെ നിർമ്മിതിയെക്കുറിച്ചാണോ നിങ്ങൾ പഠിക്കുന്നത്? കെമിസ്ട്രി എന്ന വാക്കിന് കീമിയ എന്നാണ് സത്യത്തിൽ അറബിയിൽ പറയുക. കീമിയ സആദ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. എത്ര പേരത് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉലമാക്കൾ എന്തായാലും അത് നോക്കിയിട്ടുണ്ടാവും. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ കീമിയ സആദ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യബന്ധങ്ങളുടെ മനഃശാസ്ത്രത്തെക്കുറിച്ചാണ്, മനുഷ്യബന്ധങ്ങളിൽ ഉണ്ടാകുന്ന കെമിസ്ട്രിയെ കുറിച്ചിട്ടാണ് അതിലെ വിശകലനം. കെമിസ്ട്രിയുടെ പിതാവ് ഏകദേശം 3 നൂറ്റാണ്ട് മുമ്പ് വന്ന ഒരാളെയാണ് നമ്മൾ പറയുക എങ്കിൽ പോലും അതിനും ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പേ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി കീമിയ എന്ന് പറഞ്ഞ ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്.
ലോകത്തിലെ ആദ്യത്തെ സക്സസ്ഫുൾ യൂണിവേഴ്സിറ്റി ഇന്നും നിങ്ങൾ ChatGPT നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അതെവിടെയാണെന്നറിയോ? അതങ്ങ് മൊറോക്കോയിലാണ്. ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ടുണ്ട്. ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ നേരെ മൊറോക്കോയുടെ ജസ്റ്റ് ഒരു ടണൽ കഴിഞ്ഞാൽ എത്തുന്ന കുറഞ്ഞ സഞ്ചാരമേ ഉള്ളൂ സ്പെയിൻ. ആ സ്പെയിനിലാണ് ഖുർത്തുബ യൂണിവേഴ്സിറ്റി അഥവാ കൊർദോബ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇത്തരം യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടായത് ഏതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായി അവിടെ നിന്നാണ് തുടക്കം കുറിച്ചത്. ചരിത്രം ഇപ്പൊ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഏകദേശം ഇന്ത്യയിൽ നിന്നുള്ള ചരിത്രം 300 വർഷത്തേതാണ് എടുത്തു മാറ്റപ്പെട്ടത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നും പിന്നീട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ നിന്നും. അഥവാ മുഗൾ സാമ്രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 300 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ചരിത്രമാണ്. പിന്നെയും 400 വർഷത്തോളം പഴക്കമുള്ള ഡൽഹി സുൽത്താനേറ്റ് അവിടെ കിടക്കുന്നു. അതിൽമേ ഇപ്പൊ തൊട്ടിട്ടില്ല, അടുത്ത് തന്നെ തൊടുകയും ചെയ്യും. അതും കൂടി തൊട്ടാൽ ഏകദേശം 700ഓളം വർഷം കട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മുടെ കുട്ടികൾ പണ്ടൊക്കെ പഠിച്ചു വന്നിട്ടുള്ള എന്താണ് ഈ പറയുന്ന അടിമവംശം, എന്താണ് ഖിൽജി വംശം, എന്താണ് തുഗ്ലക്ക് വംശം, എന്താണ് സയ്യിദ് വംശം, എന്താണ് ഈ പറയുന്ന അവസാനത്തെ ലോധി വംശം, ഇനി നമ്മൾ കേൾക്കില്ല. സത്യത്തിൽ താജ്മഹൽ ഉണ്ടാക്കിയത് പോലും മുഗളന്മാരാണ്. താജ്മഹലിന്റെ പേര് പറയും, ഇനി മുഗളന്മാരുടെ പേര് നമ്മൾ കേൾക്കില്ല. കുത്തബ് മിനാർ ഈ അടുത്തിടെ ആരെങ്കിലും സന്ദർശിച്ചോ എന്ന് അറിഞ്ഞുകൂടാ. കുത്തബ് മിനാറിന്റെ അടുക്കൽ അതിരസകരമായ പുതിയ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ വരി ഇത് കുത്തുബുദ്ദീൻ ഐബക്ക് ഉണ്ടാക്കിയതാണെന്നും പറയപ്പെടുന്നു എന്നാണ്. ആ അവസാനത്തെ വരി കൂടി വെട്ടിയാൽ പിന്നെ ചരിത്രം മൊത്തത്തിൽ മാറി. കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ആത്മീയ ഗുരുവിന്റെ നാമത്തിലാണ് കുത്തുബുദ്ദീൻ ഐബക്ക് കുത്തബ് മിനാർ ഉണ്ടാക്കിയത്. കുത്തുബുദ്ദീൻ ഐബക്ക് സ്വന്തം പേരിൽ ഉണ്ടാക്കിയതല്ല. ചിലർ വിചാരിച്ചത് കുത്തുബുദ്ദീൻ ഐബക്ക് സ്വന്തം പേരിൽ ഉണ്ടാക്കിയതാണ് ഇത് എന്നാണ്. കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന സാത്വികനായ ഗുരുവര്യനായ ഈ ചക്രവർത്തിയുടെ ആത്മീയ ഗുരുവായിരുന്ന കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി അദ്ദേഹത്തിന് വേണ്ടി ഉണ്ടാക്കിയത്, അദ്ദേഹത്തിന്റെ സ്മാരകാർത്ഥം ഉണ്ടാക്കിയത്. എല്ലാ ചരിത്രങ്ങളും പൊളിച്ചെഴുതുകയാണ്. ഇത് ലൈവ് പോകുന്നുണ്ടോ? ലൈവ് ഉണ്ടോ? ലൈവ് ഉണ്ടോ? റെക്കോർഡാണോ? ലൈവ് ഉണ്ട്. ഉണ്ടോ? ലൈവ് ഉണ്ടാകുമ്പോ പലതും കട്ട് ചെയ്യണം. അതുകൊണ്ട് ചോദിച്ചു. അപ്പൊ ഇനി ഇങ്ങനെ ചർച്ചകൾ പോയി സത്യത്തിൽ മഹല്ല് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തിനാണ് സ്റ്റേറ്റിലെ, ജില്ലയിലെ, പഞ്ചായത്തിലെ, വാർഡിലെ ഇതിലെ സ്ട്രക്ചറൽ ഫോം, അതിന്റെ ഇടയിൽ എന്തിനാണ് മഹല്ല് എന്ന ചോദ്യം അതിവിദൂരത്തല്ല. അത് ഞാനല്ല ആദ്യം ചോദിക്കുന്നത് കേട്ടോ. ആ ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർഡാണ്. ചോദിക്കാനുള്ള സമയം വരുന്നേ ഉള്ളൂ. ഓൾറെഡി അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് നമ്മൾ മഹല്ല് സംഗമം നടത്തുന്നത്. ആ സമയത്ത് കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എല്ലാം കഴിഞ്ഞിട്ട് സംഘബോധം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സംഘബോധം ഉണ്ടാക്കേണ്ടത് പ്രയറായിട്ടാണ്, മുൻകൂട്ടിയിട്ടാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഈ സന്ദർഭത്തിൽ എവിടെയെങ്കിലും പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് സംഘബോധം ഉണ്ടായിട്ട് കാര്യമില്ല. അത് സ്ട്രാറ്റജിക്കൽ ബ്ലണ്ടറാണ്. ഒരു പ്രശ്നം വരുമ്പോ എല്ലാവരും ഒന്നിച്ചു കൂടിയാൽ ഒന്നും സംഭവിക്കില്ല. ഒന്നും സംഭവിക്കാൻ കഴിയില്ല. സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള പ്രൊആക്ഷനാണ് നടക്കേണ്ടത്, റിയാക്ഷൻ അല്ല. റിയാക്ഷൻ ചിലപ്പോ ആകെ തെറ്റിപ്പോവും. റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം വന്നതിന് ശേഷം നടക്കുന്ന ഒന്നാണ് റിയാക്ഷൻ. സംഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കുന്നതിന്റെ പേരാണ് പ്രൊആക്ഷൻ. പ്രൊആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകേ കൂട്ടിയിട്ടുള്ള ഒരു ആക്ഷനാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പോ ഏറ്റവും ശക്തമായി മഹല്ല് സംവിധാനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോകുന്നു. ഏകദേശം നമ്മുടെ വഖഫ് ബോർഡിനെ കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങി. വഖഫ് ബോർഡ് ചർച്ച ചെയ്യുന്നതിന് മുമ്പേ അതിനെ കൈകാര്യം ചെയ്യേണ്ടുന്ന രീതി ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സംഗമിച്ചില്ല, അതുകൊണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ടു. ഇനി ചർച്ച ചെയ്ത് തീർന്നിട്ടും നമ്മൾ സംഗമിച്ചില്ല, അപ്പൊ അതിന്റെ അപ്പുറത്തേക്കുള്ളത് നടക്കും. എല്ലാം അവസാനിക്കുമ്പോൾ നമ്മൾ സംഗമിക്കുമ്പോഴേക്കും എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുമുണ്ടാകും. ഞാൻ പറയുന്നത് നീതിപൂർവമായി, നൈതികമായി, ഏറ്റവും ശക്തമായി നമ്മുടെ ഭരണഘടനയിൽ നിന്നുകൊണ്ടുള്ള സംഘബോധത്തെക്കുറിച്ചാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടുന്ന സാഹചര്യമല്ല ഇപ്പോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സംഘടനയിലും ഇല്ലാത്ത ആളാണ്. അത് ഞാൻ ഏത് ക്യാമറയുടെ മുമ്പിലും തുറന്നു പറയുന്നു. ഞാനൊരു സംഘടനയിലുമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനയിൽ ഉണ്ടാവണ്ടേ?
എന്റെ റിസർച്ച് പ്രകാരം ഓർഗനൈസേഷൻ, സംഘടന എന്ന് പറയുന്ന പദം വളരെ ലേറ്റായി വന്ന ഒന്നാണ്. ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുന്നത് ജമാഅത്ത് എന്നതാണ്, അഥവാ സംഘം എന്ന് പറയുന്ന ബോധമാണ്. ജമാഅത്തിനെ ജമ്മിയത്താക്കിയപ്പോൾ തന്നെ അതിന് റിസർച്ച് ഉണ്ട്, ഞാൻ വെറുതെ നിന്ന് പ്രസംഗിക്കല്ല. ജമാഅത്തിനെ ജമ്മിയത്താക്കുമ്പോൾ തന്നെ അതിലൊരു ചെറിയ ഐഡിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഞാൻ പറയുന്നത് വേണ്ടാവുന്നൊന്നുമല്ല, അങ്ങനെ കുറെ സംഘങ്ങളുണ്ട്. ഇപ്പൊ ജമ്മിയത്തുൽ ഉലമ, അതിൽ ഉലമാക്കൾ മാത്രമേ കൂടാവൂ, അത് നല്ലതാണ്. കാരണം ഉലമാക്കൾക്കാണല്ലോ അതിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റുക. ജമ്മിയത്തു തുലബ, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സംഘം, അത് വേറെ ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഓരോ സംഘടനകളായി പിരിഞ്ഞ് അവസാനം സംഘം എന്ന് പറയുന്നത് ഇല്ലാതെയാകും. സംഘമില്ലാതെയാകുന്നിടത്താണ് സംഘടന തുടങ്ങുന്നത്. ഞാൻ വിവാദമല്ല പ്രസംഗിക്കുന്നത്, ഞാൻ നന്മയ്ക്ക് വേണ്ടി പറയുന്നു. കേട്ടാലും കേട്ടില്ലെങ്കിലും, നാളെ നിങ്ങൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വരാനിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് പറയുന്നു. കുട്ടികൾ നമ്മുടെ കയ്യിൽ നിന്നുമല്ലേ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാമിന് പോകാറുള്ളത് ക്യാമ്പസിലേക്കാണ്. ആയിരക്കണക്കിന് കുട്ടികളുണ്ടാകും. ആയിരക്കണക്കിന് കുട്ടികളോടൊരു ഇന്ററാക്ഷൻ നടത്തുന്ന സമയത്ത് അവർക്ക് ഇപ്പോഴും വലിയ കൺഫ്യൂഷൻ ഉണ്ട്. ഒരുപാട് കാര്യത്തിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. രഹസ്യമായി ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഉത്തരം പണ്ഡിതന്മാർ പരസ്പരമുള്ള തർക്ക വിതർക്കങ്ങളിൽ ഞങ്ങൾ ആകെ എന്താകുന്നു, ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്നു എന്നാണ്. നിങ്ങൾ ഫറൂഖ് കോളേജിൽ പോയിട്ട് ചോദിക്ക്, നിങ്ങൾ PSMOയിൽ പോയിട്ട് ചോദിക്ക്. ഞാൻ അവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പരസ്പരമുള്ള തർക്കങ്ങൾ ഞങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കുന്നു എന്നാണ്. അപ്പൊ പരസ്പരമുള്ള തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു ടേബിളിൽ ഇരുന്ന് കൊണ്ട് സംസാരിക്കേണ്ടതാണ്. അത് നമ്മൾ ഒരിക്കലും വേലിക്കപ്പുറത്തേക്ക് വന്ന് സാധാരണക്കാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. പർദ്ദയിട്ട കുട്ടികൾ വരെ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈസ് അല്ലാ ഈസ് അലൈഫ് എന്ന ചോദ്യമാണ്. അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടാവും, വാട്ട്സ് ദ സൊല്യൂഷൻ, അല്ലെങ്കിൽ വാട്ട്സ് ദ റീസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൊല്യൂഷനും റീസണും പറഞ്ഞുകൊണ്ട് അവർ കളിക്കുകയാണ്. അല്ലെങ്കിൽ വാട്ട്സ് ദ പ്രൂഫ്, എന്താണ് അതിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥമായിട്ട് അതിന്റെ സാക്ഷ്യം എന്താണ്, അതിന്റെ പ്രൂഫ് എന്താണ്. ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് സത്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല നമ്മുടെ കുട്ടികൾ നമ്മളോട് ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോ സംഘടനയിൽ മൊത്തത്തിൽ 5% വിദ്യാർത്ഥികളെ ഉള്ളൂ. ഏത് ക്യാമ്പസ് നിങ്ങൾ എടുത്തു നോക്കിക്കോ, സംഘടനയിൽ എല്ലാ സംഘടനയിലും കൂടി 5% കുട്ടികളെ ഉള്ളൂ. ബാക്കി 95% ഓവാലത്തിരിക്കുകയാണ്. ബാക്കി 95% ലക്ഷ്യബോധമില്ലാതെ പോവുകയാണ്. പഠിക്കുന്നുണ്ടാവും, വിദ്യാഭ്യാസം നേടുന്നുണ്ടാകും, ക്യാമ്പസിന്റെ അകത്ത് വലിയ പള്ളിയുണ്ടാകും. ആ പള്ളിയിൽ സുജൂദ് ചെയ്യാൻ വരെ പോകാത്ത കുട്ടികളുടെ കാലത്താണ് നമ്മൾ ഇന്നുള്ളത്. ആ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ സ്വന്തമായി നെഞ്ചിലേക്ക് ചേർക്കേണ്ടത്? എല്ലാ സംഘടനയിലും കൂടി 5% ആളുകൾ മാക്സിമം. നിങ്ങൾ അതിന്റെ ഏതെങ്കിലും രീതിയിലുള്ള അവരുടെ ഇതുണ്ടാവുമല്ലോ, മെമ്പർഷിപ്പുകൾ, അതൊന്ന് എണ്ണി നോക്ക് നിങ്ങൾ. കേരളത്തിൽ ഏകദേശം 1 കോടി ജനതയുണ്ട് മുസ്ലിമീങ്ങൾ. 1 കോടിയിലേറെയുണ്ട് കണക്കിന്. 3.5 കോടി ജനതയിൽ 1 കോടിയിലേറെ മുസ്ലിമീങ്ങളാണ്. ഈ 1 കോടി ഇതിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ സംഘടനയാക്കി മാറ്റിയാൽ ഓരോ സംഘടനക്കും എത്ര ലക്ഷങ്ങൾ ഉണ്ടാകും? പക്ഷേ 95% ആളുകളും സംഘടന ഇല്ലാതെ പോവുകയാണ്. ഇതെന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മഹല്ലിന്റെ സംവിധാനങ്ങൾ ഏറ്റവും ശക്തമാക്കപ്പെടേണ്ട ഒരു കാലത്താണ് നമ്മളുള്ളത്. ഞാൻ എല്ലാ സംഘടനയും ഒരുപോലെ സ്നേഹിക്കുന്നു. എല്ലാവരോടും ഞാൻ ആദരവേ ഉള്ളൂ. ഒരാളെ ഞാൻ വിമർശിക്കാറില്ല, ഒരാളെ ഞാൻ കുറ്റപ്പെടുത്താറുമില്ല. ഇപ്പൊ ജഫരി മുത്തുക്കായ തങ്ങൾ ഇവിടെ വരുന്നു. പ്രിയപ്പെട്ട തങ്ങളുടെ കൂടെ ഇതാ ഈ ഫൈസൽ കായക്കണ്ടി അടക്കമുള്ള ഖത്തറിൽ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്. തങ്ങൾ ഉദ്ഘാടകനായും ഞാൻ മുഖ്യപ്രഭാഷകനായും. സാദിഖ് അലി തങ്ങളുടെ കൂടെ ഇഷ്ടം പോലെ എല്ലാ പരിപാടിയും നമ്മൾ സംബന്ധിക്കാറുണ്ട്. വിദേശ രാജ്യങ്ങളിലും പോകാറുണ്ട്. സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞേ പോകും. അത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാവരും ഐക്യപ്പെടേണ്ടുന്ന ഒരു കാലമാണ്. മനസ്സുകൊണ്ട് ഐക്യപ്പെടേണ്ടുന്ന ഒരു കാലം. ആ കാലഘട്ടം എന്തുകൊണ്ട് ബാഫക്കി തങ്ങളെ ഞാൻ ആദ്യമായി സ്മരിച്ചു എന്നറിയോ? ബാഫക്കി തങ്ങളുടെ പേഴ്സണാലിറ്റിയെ നിങ്ങൾ പഠിക്കുക. എല്ലാവരെയും ഉൾക്കൊണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്. ബാഫക്കി തങ്ങളുടെ വാക്കിന് എല്ലാവരും വില കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന്. ഒന്ന്, സാമ്പത്തികപരമായി എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം തന്നെ അത്യാവശ്യം സമ്പന്നനായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം മഹല്ലിൽ ഒരു ഐക്യം ഉണ്ടാകണം. നമുക്ക് വ്യത്യസ്തമായ സംഘടനാ ബോധങ്ങൾ ഉണ്ടെങ്കിലും സംഘടന തെറ്റൊന്നുമല്ല. എല്ലാ സംഘടനയും അവരുടേതായ ലക്ഷ്യങ്ങൾ നിർവഹിക്കുന്നു. അൽഹംദുലില്ലാ. ആരൊക്കെ ചെയ്തോ അവരെല്ലാവരും അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നതാണ്.
ആ ചെയ്യുന്ന എല്ലാ സംഘടനകളെയും നമ്മൾ ആദരിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും പറഞ്ഞോട്ടെ, അടുത്ത തലമുറയെ നമ്മൾക്ക് കിട്ടണമെങ്കിൽ, അടുത്ത തലമുറ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ, കുടുംബം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ, കുടുംബത്തിൽ ഉമ്മാക്കും ഉപ്പാക്കും വില കിട്ടണമെങ്കിൽ ആ കുട്ടികൾക്ക് ദീനുണ്ടാകൽ നിർബന്ധമാണ്. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന കൂട്ടത്തിലെങ്കിലും നമ്മുടെ കുട്ടികൾ ഉണ്ടാകണം. ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടാകണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതൊരു പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, തസവ്വുഫ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ്. അതിന് ഇഹ്സാൻ എന്ന് നമുക്ക് പേര് വിളിക്കാം. തസവ്വുഫ് എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. 6ാം ക്ലാസ്സിൽ പണ്ടതുണ്ടായിരുന്നു. അദിക്കിയ പോലെയുള്ള കുറെ കാര്യങ്ങൾ അതുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹിൽ മുവഫിഖ ലിൽ ഉലാ ഹംദൻ യുവാഫി നിഅമഹുൽ മുതകാമില എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാവ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ വരികളും ആഴമേറിയ കടലായിരുന്നു. എന്താണ് ശരിയ, എന്താണ് തരീഖ, എന്താണ് ഹഖീഖ, എന്താണ് മഅരിഫ, എന്താണ് നഫ്സുൽ അമ്മാറ, നഫ്സുൽ ലവ്വാമ, നഫ്സുൽ മുൽഹിമ, നഫ്സുൽ മുത്മഇന്ന, എന്താണ് ദാത്ത്, എന്താണ് സിഫാത്ത്, എന്താണ് ഈ പറയുന്ന സിഫാത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പിന്നെ പ്രയത്നങ്ങൾ, അത് കഴിഞ്ഞാലുള്ള അസ്റാറുകൾ എന്തൊക്കെയാണ്. അപ്പൊ ദാത്ത്, സിഫാത്ത്, അഫ്ആൽ, ആസാർ എന്താണ്, ഈ പറയുന്ന ലോകത്തിലൂടെ ജിസ്മും ഖൽബും റൂഹും സിറും എന്താണ്, ആ സിറിലേക്ക് പോകുന്ന ശരീഅത്ത് എന്താണ്, അതിലേക്ക് പോകുന്ന മഅരിഫത്ത് എന്താണ്. ഇന്നെവിടെ ചർച്ചകൾ? ആ ചർച്ചകൾ ഇല്ലാത്തത് കൊണ്ട്, പഴയ ഉസ്താദുമാര് പറയട്ടെ, ആ ചർച്ചകൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ അറിയാതെ ഞാനടക്കം മലീമസമായി കൊണ്ടിരിക്കുകയാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായി അള്ളാഹുവിലേക്ക് തിരിയുക എന്നതുണ്ടായിരുന്നു. അള്ളാഹുലേക്ക് ഇന്ന് എല്ലാവരും തിരിയുന്നുണ്ട്, പക്ഷേ ആഴമേറിയ തിരിയൽ വളരെ കുറവാണ്. ആ ആഴമേറിയ ലോകത്തിലൂടെ എന്താണ് ലാഹൂത്തും ജബറൂത്തും മലക്കൂത്തും അലമൂത്തും ആലമുൽ അംറും ആലമുൽ മിസാലും മലഉൽ അലയും കൈകാര്യം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ പോയാൽ നമ്മൾ ഇനി പഠിക്കേണ്ടുന്ന ഗ്രന്ഥം ഒന്ന് ഫുതൂഹുൽ ഗൈബാണ്, മറ്റൊന്ന് ഫത്ഹുർ റബ്ബാനിയാണ്, പിന്നെ ഉന്നത്തുൽ താലിബീനാണ്. ഇത്തരം ഗ്രന്ഥങ്ങളിലൂടെ ചർച്ചകൾ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പോകുന്നു. ഞാൻ അതിലൊരു വിദ്യാർത്ഥിയാണ്. ഞാനതാ ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങിയതും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അത് തന്നെ. അതുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും മറ്റുള്ളവരെ വിമർശിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ചെയ്താൽ പിന്നെ ആ ഉയരത്തിലേക്ക് എത്തില്ല എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഫുതൂഹുൽ ഗൈബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ 3 ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞു: ഫുതൂഹുൽ ഗൈബ്, ഫത്ഹുർ റബ്ബാനി, ഉന്നത്തുൽ താലിബീൻ. അത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, മനുഷ്യന്മാര് തമ്മിൽ എന്തെങ്കിലും സംഘടനകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ തർബിയത്തിന്റെ ബാബിലേക്കും തസ്കിയത്തിന്റെ ബാബിലേക്കും കയറാൻ കഴിയില്ല. തർബിയത്ത് വേറെയാണ്, തസ്കിയത്ത് വേറെയാണ്. ഒന്ന് റൂഹിന്റെതാണ്, ഒന്ന് കൽബിന്റെതാണ്. തർബിയത്ത് കൽബുമായി ബന്ധപ്പെട്ടതാണ്, തസ്കിയത്ത് റൂഹുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ആത്മീയപരമായ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് തർക്കവിതർക്കങ്ങളാണെന്ന് ഞാനല്ല പറയുന്നത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി. അതുകൊണ്ട് മഹല്ലിൽ നമ്മുടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ള ആ ഒരു കർക്കശം നമ്മൾ പുലർത്തണം. നമുക്ക് വ്യത്യസ്തമായ ഐഡിയോളജി ഉണ്ടാകാം, ഇസ്ലാമിന്റെ തന്നെ വ്യത്യസ്തമായ രീതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ഹനഫി തർത്തീബ്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഹനഫികളാണ്. അവിടെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഹനഫി തർത്തീബിലായിരിക്കും നിസ്കാരം പോലും കൊണ്ടു നടക്കുക. ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പൊ ഹജ്ജിന് പോകുന്ന ആളുകൾ, ഹജ്ജിന് പോയ ആൾക്കാർ ഇപ്പൊ അവിടെ ഉംറ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഭാര്യമാരെ തൊട്ടാൽ ഒളു മുറിയുമെന്നാണല്ലോ നമ്മുടെ വിശ്വാസം ഷാഫി മസ്ലക്കിൽ. പക്ഷെ അവിടെ ഭാര്യയുടെ കയ്യും പിടിച്ചുകൊണ്ടാണല്ലോ തവാഫ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഹനഫിയിലേക്ക് എന്താകുന്നു, അങ്ങോട്ട് അതിലോട് തഖലീദാകുന്നു ആ നിമിഷത്തിലേക്ക്. ഇപ്പൊ ലോകത്തിൽ ആഗോള തലത്തിൽ കാണുന്ന ചില ഇസ്ലാമുണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും. ഇമാം ഹനഫി റഹ്മത്തുള്ളാഹി വഫാത്തായ അന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി ജനിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ എഴുതി വെച്ചത്, ഒരു സൂര്യൻ അസ്തമിച്ചു പക്ഷേ ഒരു സൂര്യൻ ഉദയം കൊണ്ടു എന്ന്. ഒരു സൂര്യൻ അസ്തമിച്ചപ്പോൾ മറ്റൊരു സൂര്യൻ ഉദയം കൊണ്ടു. അതുകൊണ്ട് ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും ഒന്നിച്ച് സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകണം. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകളാണെങ്കിലും എല്ലാവരെയും ഐക്യകണ്ഠേന കണ്ടുകൊണ്ട്, കാരണം കാലമതാണ്, നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്. ഇനി കുടുംബത്തിലേക്ക് വരാം. അതുകൊണ്ട് മഹല്ല് എന്ന് പറയുമ്പോൾ അതിനൊരു അർത്ഥമുണ്ട്. ഒന്ന് ഹല്ല് ചെയ്തെടുക്കുക എന്നതിൽ നിന്നുമാണ് എന്ന് പണ്ഡിത ഭാഷ്യം. അത് ഒരു വിഷയത്തെ കല്ലും നദിരും അല്ലെ പതിരും നെല്ലും ഒക്കെ വേർതിരിച്ചെടുക്കുന്നതിനാണ് ഹല്ല് ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ കിതാബ് ഓതുന്ന സമയത്ത് തഹ്ഖീഖ് ചെയ്യുമ്പോൾ മുതാല ചെയ്യുമ്പോൾ ഉസ്താദുമാർക്കറിയാം ഹല്ല് ചെയ്തെടുക്കുക.
ആ ഹല്ല് ചെയ്യലിൽ നിന്നാണ് മഹല്ല് എന്ന പദമുണ്ടായത് എന്നൊരു വാക്യം. മറ്റൊന്ന് മഹൗൽ എന്നതിൽ നിന്നാണ്. മഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം എന്നാണ് അർത്ഥം. മഹൗൽ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം ഉണ്ടാക്കി തീർക്കലാണ്. ഇപ്പൊ ഈ പള്ളി ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പേ ഹൈന്ദവർക്കും മറ്റുള്ള ജാതിക്കാർക്കും കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾ നിഗൂഢാത്മകതയിലല്ല, എല്ലാ മനുഷ്യർക്കും ഒന്ന് കാണാമെന്നത്. അതെന്താണ്? ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കലാണ്. മനുഷ്യന്റെ സ്നേഹത്തിന് മുമ്പിൽ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കൽ. ആ ഉണ്ടാക്കിയെടുക്കലിന്റെ ഭാഗമായി എല്ലാ മനുഷ്യരെയും നമ്മൾ കൂടെ ചേർക്കണം. അതിന് നമ്മൾ പിന്നെ തമിഴ്നാട്ടിലെ ചില മഹല്ലുകളിൽ ഒന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. തമിഴ്നാട്ടിലെ ചിലപ്പോ കായൽപട്ടണം എന്ന് പറയുന്ന ഒരു മഹല്ലുണ്ട്. നിങ്ങൾ അവിടെ പോകണം. ഈ മഹല്ലിന്റെ ഏതെങ്കിലും പ്രതിനിധികൾ പോകണം. കായൽപട്ടണം എന്ന് പറയുന്ന മഹല്ലില്. അതേമാതിരി തന്നെ നമ്മുടെ വെല്ലൂർ ബാക്കിയാത്ത് നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള മഹല്ലില് അവിടെ പോയാൽ ഹൈന്ദവരുടെയും മറ്റുള്ള എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പള്ളിയുടെ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ടാണ്. അവിടെ പോയാൽ അവിടുത്തെ ഹൈന്ദവരായ ആളുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നത് എവിടെ? പള്ളികളിൽ. അവിടെ ഇരുന്നു കൊണ്ടാ പരിഹാരങ്ങൾ മൊത്തത്തിൽ. എല്ലാ ആളുകളും കാത്തു നിൽക്കും. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ, തമിഴ്നാട്ടിൽ നമ്മളങ്ങനെ ചെറുതാക്കണ്ട, ഇപ്പോഴും ഹൈന്ദവരായ ആളുകൾ ക്യൂ നിൽക്കുന്ന ഇടമാണ് തമിഴ്നാട്. രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ശിഫയ്ക്ക് വേണ്ടി ഊതാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഹൈന്ദവരുണ്ട് അവിടെ ധാരാളം. കുട്ടിക്ക് ചിലപ്പോൾ പനിയുണ്ടാകും, ജലദോഷം ഉണ്ടാകും. അത് മാറാൻ വേണ്ടി അവർ ആശുപത്രിയിൽ പോയി ഗുളിക കഴിക്കുമ്പോഴും അതിനേക്കാൾ അവരുടെ വിശ്വാസം ഭായിമാരൊന്ന് ഊതിയാൽ മതി എന്നതാണ്. ഞാൻ ഊത്ത് എന്നത് ന്യായീകരിക്കുകയോ എതിർക്കുകയോ ഒന്നും അല്ല കേട്ടോ. ഞാനൊരു വിവാദത്തിന് നിൽക്കാറില്ല. ഞാൻ പറയുന്നത് അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരുണ്ടെന്നും നൂറുകണക്കിന് ആളുകൾ അവര് നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതൊരു സൗഹാർദ്ദത്തിന്റെ ഭൂമികയാണ്. അതെന്ത് തെറ്റ്, എന്ത് ശരി, മറ്റുള്ളത് കാര്യങ്ങൾ, അതിലേക്കല്ല എന്റെ ചർച്ച. മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ ബന്ധങ്ങളെ കുറിച്ചും സ്നേഹങ്ങളെ കുറിച്ചുമാണ്. اللهم اذهب البأس رب الناس واشف انت الشافي لا شفاء الا شفاؤك شفاء لا يغادر سقما എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഒരു മനുഷ്യനെ ഊതാം. അത് കൃത്യമായ ഹദീസുകളിൽ ഉള്ളതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്, അത് മനോഹരമായ ഒരു സൗഹാർദ്ദത്തിന്റെ ഭൂമിക നമ്മൾ അവിടെ കാണും. പഴയ കാലത്ത് അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ പരിപാടി വരുമ്പോ അങ്ങോട്ടേക്ക് തേങ്ങയും മരിയും കൊണ്ടുവന്നിരുന്നത് അപ്പുറത്തെ അയ്യപ്പേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു. ഇപ്പുറത്തെ അതേപോലെ തന്നെ മുണ്ടങ്ങ എന്ന് പറയുന്ന പാവം ദരിദ്രന്മാരുടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പുറത്ത് കൃഷ്ണൻകുട്ടി ഏട്ടന്റെ, ഇപ്പുറത്ത് വിജയേട്ടന്റെ, അപ്പുറത്ത് രാമേട്ടന്റെ, ഇപ്പുറത്ത് ഉണ്ണിയേട്ടന്റെ വീട്ടിൽ നിന്നായിരുന്നു പലപ്പോഴും പള്ളിയിലേക്ക് വരെ സാധനങ്ങൾ എത്തിയിരുന്നത്. ഇന്ന് ആ സൗഹാർദ്ദങ്ങൾ ഏതൊക്കെയോ രാഷ്ട്രീയക്കാരങ്ങനെ തകർത്ത് മനുഷ്യന്മാർക്കിടയിൽ വലിയ മതിൽക്കെട്ടുകൾ കെട്ടിയിരിക്കുകയാണ്. മനുഷ്യന്മാർക്കിടയിൽ എന്തൊരു നിഗൂഢാത്മകത ഉണ്ടാക്കിയിരിക്കാം. ടോട്ടലി പൊളിറ്റിക്സ് നമ്മൾ പഠിക്കുമ്പോ, പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ മീമാംസയെ കുറിച്ച് പഠിക്കുമ്പോ, പൊളിറ്റിക്സ് ഈസ് എ ഗെയിം പ്ലേഡ് ടു അറ്റൈൻ ആൻഡ് മെയിൻറ്റെയിൻ പവർ എന്നാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യത്തെ നിലനിർത്താനും അതിനെ പിടിച്ചെടുക്കാനും അഥവാ അധികാരത്തെ നേടിയെടുക്കാനും അത് നിലനിർത്താനുമുള്ള ഒരു കളിയുടെ പേരാണ് രാഷ്ട്രീയമെന്ന് മുഗാന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില രാഷ്ട്രീയക്കാർ, എല്ലാ രാഷ്ട്രീയക്കാരും അതിൽ പെടില്ല. അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അത് രാഷ്ട്രീയ സദസ്സല്ല. ഏതായിരുന്നാലും ശരി, അങ്ങനെ രാഷ്ട്രീയപരമായി മതവൈര്യങ്ങൾ ഉണ്ടാക്കി ആ മതവൈര്യം ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾക്ക് വോട്ട് ബാങ്ക് ആവൂ എന്ന് മനസ്സിലാക്കി വോട്ട് ബാങ്കിനെ പിന്നെയും കൂട്ടാൻ വേണ്ടി മനുഷ്യർക്കിടയിൽ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്ട്രീം കമ്മ്യൂണലിസത്തിന്റെ കാര്യം, കമ്മ്യൂണിസം അല്ല, എക്സ്ട്രീം കമ്മ്യൂണലിസം, അത് പൊളിറ്റിക്സിന്റെ ഒരു തന്ത്രമാണ്. വിജയൻ സാർ എഴുതി വെച്ചതുപോലെ അതിമനോഹരമായി രാഷ്ട്രീയത്തെ അവരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മഹല്ല് എന്ന് പറഞ്ഞാൽ ഒരു ഐക്യത്തിന്റെ മഹല്ലാണ്. ഇവിടെ പ്രത്യേക വൈജാത്യങ്ങളില്ല. ഇവിടെ എല്ലാവരെയും നാദവൈചിത്ര്യങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച സാത്വിക എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സുകുമാർ കക്കാട് കവിത എഴുതിയതുപോലെ ഭിന്നമാം നാദവൈചിത്ര്യങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച സാത്വിക എന്നെഴുതി വെച്ചതുപോലെ അതിമനോഹരമായി എല്ലാവരും ഒന്നിച്ചു കൂടിയിട്ടുള്ള ഒരു മഹല്ലാണിത്. ഈ മഹല്ലിൽ ഒരിക്കലും അങ്ങനത്തെ തകർച്ചകൾ ഉണ്ടാകരുത്. വിഷലിപ്തമായ ഒരു തുള്ളി പോലും ഈ മഹല്ലിൽ ഉറ്റരുത്.
എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ട് പോകുന്ന മഹല്ലിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ഏറ്റവും ശക്തമായ ആത്മീയതയിലൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റണം. നമ്പർ 1, അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബം നല്ലൊരവസ്ഥയിലൂടെ കടന്നു പോകണം. കുടുംബം നല്ല അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് എപ്പോഴാണ്? 3-4 കാര്യങ്ങളെങ്കിലും ചുരുങ്ങിയത് ശ്രദ്ധിക്കുമ്പോഴാണ്. ഏറ്റവും പ്രധാനമായി നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ടുന്ന അന്തരീക്ഷമുണ്ട്. വീടൊരു അന്തരീക്ഷമാണ്. വീടിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഇടയ്ക്കിടെ പറയുന്ന 3 പദങ്ങളുണ്ട്. അതൊന്ന് ദാർ എന്നതാണ്. ദാർ എന്ന് പറയുന്ന പദം ആഖിറത്തിലെ വീടിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ദാരിസ്സലാം, ദാറുസ്സലാം, സമാധാനത്തിന്റെ ഭവനം, സമാധാനത്തിന്റെ ഗേഹം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആഖിറത്തിലെ വീടിനെ കുറിച്ചാണ്. എവിടെയൊക്കെ ആഖിറത്തിലെ വീട് പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം ദാർ എന്നുള്ള വാക്കാണ് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമതായി വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച വാക്ക് ബൈത്ത് എന്ന് പറയുന്ന പ്രയോഗമാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ കേവലം ദുനിയാവിലെ വീടിനെയാണ് ബൈത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നതൊന്നും എന്റെ വാക്കുകളല്ല കേട്ടോ. ഞാനായിട്ട് എന്റെ വാക്കായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ പറയില്ല. ഞാൻ പറയുന്നത് ബൈത്ത് എന്ന് പറയുന്ന പ്രയോഗമാണ്. ആ ബൈത്ത് കേവല വാക്കാണെന്ന് പ്രയോഗിക്കാൻ വേണ്ടി അള്ളാഹു വിശുദ്ധ ഖുർആൻ ചെലന്തിയുടെ വലക്ക് പോലും ബൈത്തുൽ അങ്കബൂത്ത് അല്ലെങ്കിൽ ബുയൂത്തുൽ അങ്കബൂത്ത് എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അഥവാ 8 കാലിയുടെ വലക്ക് പോലും ബൈത്ത് എന്ന പ്രയോഗമാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. താൽക്കാലികമായി തകർന്നു പോകുന്ന ഭവനത്തിന്റെ പേരാണ് ബൈത്ത് അഥവാ ബുയൂത്തുൽ അങ്കബൂത്ത്. അങ്കബൂത്ത്, സൂറത്തുൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞൊരു സൂറത്ത് തന്നെ ഉണ്ട് വിശുദ്ധ ഖുർആനിൽ. 8 കാലി എന്നാണ് അങ്കബൂത്തിന് പറയുക. അപ്പൊ ബൈത്തുൽ അങ്കബൂത്ത് എന്നല്ലെങ്കിൽ ബുയൂത്തുൽ അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ ചിലന്തി വലയാണ്. നമ്മുടെ വീടുകൾ ഒരിക്കലും ചിലന്തി വലകളായി മാറാൻ പാടില്ല. നമ്മുടെ വീട് ഒരിക്കലും ചിലന്തി വലയാകരുത്. നമ്മുടെ വീട് ദാറുസ്സലാം ആകേണ്ടതാണ്. ഈ ദാറുസ്സലാമിന്റെയും ഈ പറയുന്ന ബൈത്ത് എന്ന് പറയുന്നതിന്റെയും ഇടക്ക്, ബുയൂത്തുൽ അങ്കബൂത്തിന്റെയും ദാറുസ്സലാമിന്റെയും ഇടക്ക് ഒരു വീടിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളുടെ വീട് അങ്ങനെയാകണമെന്നാണ് അള്ളാഹു പറയുന്നത്. ആ ബൈത്തിന് അള്ളാഹു പറയുന്ന പേര് ബൈത്ത് എന്നല്ല, ദാറ് എന്നുമല്ല, മസ്കൻ എന്ന് പറയുന്ന പ്രയോഗമാണ്. മസാക്കിനക്കും, മസാക്കിനക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം അഥവാ നിങ്ങളുടെ ശാന്തിഗേഹം എന്നാണ്. വെള്ളംകുടിന്റെ ഇടയിൽ നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ? ഞാൻ സത്യത്തിൽ ഉറക്കം വഴിമുട്ടി നിന്നിട്ടായി സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയട്ടെ. ഇതൊക്കെ ലൈവ് എന്ന് വേണമെങ്കിൽ കട്ടായിക്കാൾ. സദസ്സിൽ വെള്ളം കൊടുക്കേണ്ടത് അതിന്റെ അധ്യക്ഷനോട് ചോദിച്ചിട്ടാണ്. അധ്യക്ഷൻ പറഞ്ഞിട്ടാണല്ലോ വിചാരിക്കുന്നു. കാരണം തെക്കന്മാര് നമ്മളെ കുറിച്ച് കളിയാക്കൽ എന്താണെന്നറിയാം. ഇതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് പറയാം. തെക്കന്മാര് നമ്മളെ കുറിച്ച് കളിയാ. ഞാൻ തെക്ക് ഭാഗത്ത് ഏറ്റവും കൂടുതൽ പരിപാടിക്ക് പോകണം. തിരുവനന്തപുരം, കൊല്ലവും, പത്തനംതിട്ടയൊക്കെ. അവർ നമ്മളെ കുറിച്ച് കളിയാക്കുന്ന ഒരു കളിയാക്കലാണ്. മലബാറിൽ പരിപാടി അടക്കുമ്പോൾ ഗ്ലാസും വെള്ളവും ചായയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടാവും. നമുക്ക് ദാഹിച്ചിട്ടാണ്. നിങ്ങളെക്കാളും ദാഹപ്പം എനിക്കുണ്ട്, നിങ്ങളെക്കാളും ചൂട് എടുക്കുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടി മേലെ നിൽക്കണേ. കാരണം ഈ ചൂട് കുറച്ചും കൂടി കൂടുതൽ ഇങ്ങോട്ടാണ്. ഞാൻ തൊപ്പി വെച്ചത് തന്നെ സത്യത്തിൽ വേർത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ചോളി. പക്ഷെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മള് മാഷാ അല്ലാഹ് ഇവര് നല്ല സൽക്കാരം ചെയ്യാണ്, നല്ല ഉഷാറായിട്ട് ചെയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോഴൊക്കെ ഇബ്രാഹിം ചാണ്ട് കണ്ട് മാറുന്നുണ്ടല്ലോ. ഇബ്രാഹിം അവിടെ ഇരിക്കുന്നുണ്ടാവും, അവിടെയും പോയിരിക്കും. 2 ആളുണ്ട് ടിൻസ് പോലെ. അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മസ്കൻ. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മസാക്കിനക്കും എന്നാണ് വിശുദ്ധ ഖുർആനിൽ നമ്മുടെ ഭവനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മസാക്കിനക്കും എന്ന് പറഞ്ഞാൽ ശാന്തി ഭവനം എന്നാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എന്തെങ്കിലും പ്രസംഗിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ പറയുന്നതിന് അതിനൊരു ഇൻഫർമേഷൻ ഉണ്ടാകണം, അതിനൊരു ആഴമുണ്ടാകണം, അതിനൊരു ഫിലോസഫി ഉണ്ടാകണം. അത് ആളുകൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കണം. ഇങ്ങനെയൊക്കെ ആകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി ഭവനം എന്നാണ്. ഇപ്പൊ ദാർ എന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ ഭവനമാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന നമ്മുടെ വീടാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തിയുടെ, സുക്കൂൻ എന്ന വാക്കിൽ നിന്നാണ് മസ്കൻ എന്ന വാക്ക് വന്നിട്ടുള്ളത്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് അർത്ഥം. സക്കൻ എന്നതാണ്. അപ്പൊ ഈ സക്കൻ എന്ന് പറയുന്ന സാധനത്തിൽ നിന്നാണ് മസ്കൻ എന്ന് പറയുന്ന വാക്കുണ്ടായത്. മസാക്കിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ജംആണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ വീട്, ശാന്തി ഭവനം. മസാക്കിനക്കും നിങ്ങളുടെ ശാന്തി ഭവനങ്ങൾ എന്നാണ്. അഥവാ ശാന്തി വീട്ടിൽ വേണമെന്ന നിർബന്ധം. സമാധാനം ഉണ്ടാകുമ്പോഴാണ് അതൊരു മുസൽമാന്റെ വീടാകുന്നത് എന്ന നിർബന്ധം. അല്ലാതെ കേവലം വലിയ അമ്പരചുംബികളെ പോലെ അങ്ങനെയുള്ള വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് കൊണ്ട് വീടാവുകയില്ല.
നമ്മുടെ വീട്ടിൽ ഏകദേശം 11 ബെഡ്റൂമും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ഹാളുകളും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ വേറെ ലിഫ്റ്റുകളും അവർക്ക് നല്ല രസകരമായി ഇരിക്കാനുള്ള പൂന്തോട്ടം വേറെയും ആണുങ്ങൾക്ക് ഇരിക്കാൻ പൂന്തോട്ടം വേറെയും മിക്സ്ഡ് ജിമ്മും അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഓഡിയോ തിയേറ്ററും ഒക്കെ ഉണ്ടായാലും അത് ഇസ്ലാം പറയുന്ന വീടാവുകയില്ല. ഇസ്ലാം പറയുന്ന വീട് മസ്കൻ, ശാന്തി ഭവനം എന്നാണ്. ശാന്തി ഭവനമാകണമെങ്കിൽ ചിലപ്പോ റൂമാകെ 2 എണ്ണം ഉണ്ടാവുള്ളൂ, എന്നാലും ചിലപ്പോ ശാന്തി ഉണ്ടാകും. ചിലപ്പോ ഒരു ചെറിയ ഹാളേ ഉണ്ടാവുള്ളൂ, എന്നാലും അവിടെ ശാന്തി ഉണ്ടാകും. അഥവാ വീടിന്റെ വലുപ്പമല്ല വീട്, വീട്ടിൽ ഉണ്ടാകുന്ന ശാന്തി, സമാധാനമാണ് വീട്. ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷിൽ ടു ഹൗസ് എന്ന് പറയാറുണ്ട്. ഞാനിത് എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്ന കുട്ടികൾ ഈ കൂട്ടത്തിൽ ഒരുപാടുണ്ടാവും, യുവാക്കളും എല്ലാവരും ഉണ്ട്, അധ്യാപകരൊക്കെ ഉണ്ടല്ലോ. ടു ഹൗസ് എന്ന് പറയാം, വീട്ടിലേക്ക് എന്ന് പറയാം. പക്ഷെ ടു ഹോം എന്ന് പറയാൻ പാടില്ല. ടു ഹോം എന്ന് പറയാൻ പാടില്ല. ടു ഹോം എന്ന് പറഞ്ഞാൽ, ഹോം എന്ന് പറഞ്ഞാൽ അന്തരീക്ഷമാണ്, ഹൗസ് എന്ന് പറഞ്ഞാൽ വീടാണ്, ഹോംലി അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഒരു ശാന്തിയുടെ ഭവനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോ ബാക്ക് ഹോം എന്നേ പറയൂ. ഇംഗ്ലീഷ് നന്നായിട്ട് അറിയുന്നവർ ബാക്ക് ടു ഹോം പറയില്ല. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഐ എം ഗോയിങ് ടു ദുബായ് അല്ലെങ്കിൽ ഐ എം ഗോ ടു ദുബായ്, ഇതൊക്കെ പറയും. ഗോ ഹോം എന്നേ പറയുള്ളൂ, ഗോ ടു ഹോം എന്ന് പറയില്ല. അവിടെ ടു പോകാനുള്ള കാരണം ഒരു പക്ഷേ മലയാളത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാകില്ല. എന്നോട് ഇംഗ്ലീഷിൽ അതീവ പ്രാവീണ്യമുള്ള ഓസ്ട്രേലിയയിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അവിടുത്തെ പ്രൊഫസർ ആയിട്ടുള്ള റൈഹാൻ എന്ന് പറയുന്ന എന്റെ സുഹൃത്താണ് എന്നെ പഠിപ്പിച്ചത് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഹോം അന്തരീക്ഷമായതുകൊണ്ടാണ് ടു ഉപയോഗിക്കാത്തത്. അതൊരു അന്തരീക്ഷമാണ്, അവിടെ മെറ്റീരിയൽസ് അല്ല, അവിടെ ഉണ്ടാകേണ്ടത് അന്തരീക്ഷമാണ്. അവിടെ വലിയ മുറ്റം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അവിടെ സ്നേഹനിധിയായ ഒരു ഭാര്യ ഉണ്ടായിരിക്കണം. ചെയ്തിട്ട് മക്കളെ നോക്കുന്ന വിജനറിയായ കാഴ്ചപ്പാടുള്ള ഒരു പിതാവ് ഉണ്ടായിരിക്കണം. അനുസരണയോടെ മുന്നോട്ട് പോകുന്ന ശാന്തരായ നല്ല മക്കളുണ്ടാകണം. അവിടെ മാതാവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മരുമകൾ ഉണ്ടായിരിക്കണം. അവിടെ പിതാവിനെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ടായിരിക്കണം. ഇങ്ങനെ പാരസ്പര്യത്തിന്റെ സ്നേഹത്തിന്റെ ലോകത്തെയാണ് ഹോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോം അല്ലാതെ ഹൗസ് അല്ല. ഹൗസിൽ ചിലപ്പോൾ വലിയ ഇതൊക്കെ ഉണ്ടായി. ഞാൻ ഇന്നലെ എറണാകുളത്ത് വലിയൊരു വീട്ടിൽ പോയി. 4 നിലയുള്ള വീട്. നമ്മൾ 4 നിലയുള്ള വീടൊക്കെ അല്ലാണ്ട് കാണും, 3 നില വരെയൊക്കെ കാണലുണ്ട്. അറബ്സിനുണ്ട് 4 നില ഇങ്ങനെ കോണിയൊക്കെ കെട്ടിയിട്ട് വലിയ വീടാണ്. കോടികളുടെ ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. ഇന്നലെ എന്നോട് കുറച്ചൊരു ഇസ്സത്തോടു കൂടിയാണോ അഹങ്കാരത്തോടു കൂടിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞ വാക്ക്, കൊച്ചിയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് എനിക്കാണ് എന്ന് എന്നോട് ഇന്നലെ തുറന്നു പറയണ്ട. കൊച്ചിയിലും എറണാകുളത്ത് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് എനിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെയായി എന്നതുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെയായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട് നല്ലൊരു ഹോംലി ആയിരിക്കാം. ഞാൻ പറയുന്നത് അങ്ങനെയായി എന്നതുകൊണ്ട് അതൊരിക്കലും എന്താകില്ല, വീടാകുന്നില്ല. വീടാകണമെങ്കിൽ അവിടെ സ്നേഹനിധിയായി. വലിയ വലിയ കൊട്ടാരങ്ങളിൽ എത്രയോ ആളുകൾ സങ്കടപ്പെട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ പറ ഇല്ലേ? പഴയ കാലത്ത് അരിമണിയും ചായയും വറുത്തതും ഓല വീട്ടിൽ കഴിഞ്ഞിരുന്ന ഐക്യവും ഇന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വന്തം നെഞ്ചിനോടൊന്ന് ചോദിച്ചു നോക്കൂ. പാറപ്പുറത്തിരുന്നിട്ടടാ നിന്റെ കയ്യിൽ പൈസന്റെ ഒരു ചായയും അപ്പവും തിന്നാനെന്ന സുഹൃത്തിനോട് ചോദിച്ച അതേ സുഹൃത്തുക്കൾ 2 പേരും ഗൾഫിൽ പോയിട്ട് പിന്നീട് ഏറ്റവും ടോപ്പ് റേഞ്ചിലുള്ള അബാദിലോ അല്ലെങ്കിൽ ഏതെങ്കിലും താജിലോ ഇരുന്നിട്ട് ഒന്നിച്ച് ഫുഡ് കഴിക്കുമ്പോ പോലും പാറപ്പുറത്ത് കയ്യിൽ പൈസയില്ലാതെ ഇരുന്നിട്ട് പൈസയുടെ 1.5 രൂപ നമുക്ക് ചായ കുടിക്കാൻ എന്ന് ചോദിച്ച കാലഘട്ടത്തിന്റെ ഐക്യമോ സ്നേഹമോ ആബാദിലോ താജിലോ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം സമ്പത്തല്ല മനുഷ്യന്റെ സ്നേഹത്തെ നിലനിർത്തുന്നത്, നമ്മുടെ തെറ്റിദ്ധാരണകളാണ്. ഏറ്റവും കൂടുതൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നത് സമ്പത്തുള്ള വീട്ടിലാണ്. സമ്പത്തുള്ള വീട്ടിലാകുമ്പോൾ കുട്ടികൾക്ക് തന്നെ ബൈക്ക് ഉണ്ടാകും. അതിന് ഗവൺമെന്റും ചില കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. 15 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ബൈക്ക് ഇറക്കാം, ഇലക്ട്രോണിക്. അത് 35 മീറ്ററിൽ കൂടാത്തത് കൊണ്ട് സ്പീഡ്, അതിന് ലൈസൻസ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അത് മുതൽ അവരുടെ കയ്യിൽ ബുഗാട്ടി വരെ ഉണ്ടാകാം. അതുകൊണ്ട് പിതാവല്ല അവന്റെ ലക്ഷ്യം. അവന്റെ ലക്ഷ്യം മൊത്തത്തിൽ ആരാന്നറിയോ? ഈ മെറ്റീരിയലിസ്റ്റുകളാണ്. ഞാൻ എല്ലാ സമ്പന്നരെ കുറിച്ചല്ല പറഞ്ഞിട്ടോ. ചില നല്ല സമ്പത്തുള്ള കുടുംബത്തിൽ നല്ല ഒരുപാട് മക്കളുണ്ട്. എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഭർത്താവിനൊരു മെസ്സേജ് അയച്ചു എന്ന് വെക്കുക. മകൻ, അവന് വയസ്സ് 15ആണ്, SSLCയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ചിലപ്പോ A+ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ബാങ്ക് കൊടുത്തോ? എനിക്കറിയാവുന്ന ഇഷ്ടംപോലെ സമ്പന്നരായ ആളുകളാണ്. കൗൺസിലിങ്ങിന് വിളിക്കുമ്പോഴാണ് നമ്മൾ അറിയാം. വ്യക്തികളുടെ പേരോ സ്ഥലമോ ഒന്നും പറയാൻ പാടില്ല.
കോടികൾ കയ്യിലുണ്ട്. പക്ഷെ ഒറ്റ മോനെ കൊണ്ട് സങ്കടപ്പെട്ട് കഴിയുന്ന ആൾക്കാർ നമുക്കറിയാം. കോടികൾ കയ്യിലുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കോടിയൊന്നുമല്ല. 1000 കോടി, 2000 കോടി, 5000 കോടി, 10000 കോടിയൊക്കെ ക്രോസ് ചെയ്ത ആൾക്കാര്. അങ്ങനെയുള്ള ആളുകളുടെ വീട്ടിൽ പോലും അലങ്കോലങ്ങൾ വന്നിട്ട് അവസാനം വീട് വിട്ടിറങ്ങിപ്പോകുന്ന ആളുകൾ. ഒരാൾ എന്നെ വിളിച്ചത് വീട്ടിൽ നിന്ന് പോയിട്ട് ദുബായിൽ എത്തിയിട്ടാണ്. എന്നിട്ട് പറയാണ്, സാറേ എന്റെ വീട്ടിൽ ഇത്ര സ്ക്വയർ ഫീറ്റാണ്, 17000 സ്ക്വയർ ഫീറ്റ് വീടാണ്, എനിക്ക് 3 മക്കളാണ്, ഭാര്യയാണ്. ഞാൻ വാങ്ങിയ സ്വത്തുക്കളെല്ലാം എന്റെ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ, കാരണം 15 ഏക്കറിൽ കൂടുതൽ വാങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ അവരുടെ പേരിൽ എഴുതി കൊടുത്തു. ഇന്ന് ഞാൻ പുറത്താണ് സാറേ എന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ച് കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടാണോ? വലിയ വീടാകാത്തത് കൊണ്ടാണ്. കാരണം വീട്ടിൽ എപ്പോഴെങ്കിലും നെഗറ്റീവ് പുറപ്പെട്ടു കഴിഞ്ഞാൽ എത്ര വലിയ വീടായാലും തകർന്നടിയും. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം കുറെ സാമ്പത്തിക പുരോഗതി നല്ലത്, ബിസിനസ് ചെയ്യുന്നവർ ചെയ്തോ. ഇന്നത്തെ കേരളത്തിലൊരു അവസ്ഥ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സത്യസന്ധമായി ബിസിനസ് ചെയ്ത് കഴിഞ്ഞ് ആ ബിസിനസ് അഥവാ എന്തെങ്കിലും ഒന്ന് സമയം വൈകുകയോ എന്തെങ്കിലും ഒന്ന് തകർച്ചയിലാവുകയോ ചെയ്താൽ പോലും പാർട്ട്നേഴ്സിനെ നോക്കിക്കാൻ കഴിയില്ല. കാരണം പലിശക്ക് പൈസ കൊടുത്തതുപോലെയാണ് പാർട്ട്നേഴ്സിന്റെ പോലും അവസ്ഥ നമ്മുടെ നാട്ടില്. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൽ പരാജയങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാവും, അപ്പോഴേ ബിസിനസ് ആവും. എന്നിട്ട് ഒരാളുടെ പേരിലേക്ക് എല്ലാം കൂടി എന്താക്കുന്നറിയോ, അങ്ങോട്ട് കെട്ടിവെക്കും. ഭയങ്കരമായ സങ്കടമാണ്. എത്ര ആളുകൾ അങ്ങനെ പ്രയാസത്തിൽ എന്നറിയാം. ആ സാധു ഇട്ടിട്ടുണ്ടാവും അതിലേക്ക് പൈസ. ഒരാൾ കൊണ്ടുപോയിട്ട് 5 കോടി ഇട്ടിട്ടുണ്ടാവും. 3 ആളുകൾ എത്തുന്ന 5 കോടി വേറെ വാങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് എല്ലാം കൂടി കൊണ്ടുപോയിട്ട് അതിലിട്ടിട്ടുണ്ടാവും. ഈ സാധുവിന് അയാളുടെ 5 കോടി പോയതിന്റെ വിഷമം, അതിലടക്കം മറ്റുള്ളവർ അത് തിരിച്ചു കിട്ടണമെന്ന് പറയുന്നതിന്റെ വിഷമം നോക്കിയിട്ട് ചെയ്യാവൂ. അതുകൊണ്ട് കൃത്യമായി അവലോകനം ചെയ്യുമ്പോ ബിസിനസ് പൊട്ടിയത് എന്ന് പറയുന്നത് സത്യസന്ധമായി ബിസിനസ് ചെയ്യുമ്പോഴും പൊട്ടും. അതൊക്കെ അള്ളാഹുവിന്റെ തഖ്ദീറുകളാണ്. എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇങ്ങനെ കൊള്ളപ്പലിശക്കാരെ പോലെ പെരുമാറുന്ന ആളുകളുണ്ട് എന്നാണ് നമുക്ക് കൗൺസിലിങ്ങിലൂടെയൊക്കെ മനസ്സിലാകുന്നത്. അതൊരു ഭാഗത്ത്. ഇങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടോ വലിയ വീടുണ്ടാക്കിയിട്ട് വലിയ രീതിയിലുള്ള തറവാടിന്റെ മഹിമ പറഞ്ഞിട്ട് നമ്മുടെ മക്കൾക്ക് ദീനില്ല എങ്കിൽ ആ വീട് വെറുതെയാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരില്ലെന്ന് കുഞ്ചൻ നമ്പ്യാര് പണ്ട് പാടിയിട്ടുണ്ട്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും, തത്തമ്മയെ കുറിച്ചാ പറയുന്നത്. കാഞ്ചനക്കൂട് എന്ന് പറഞ്ഞാൽ സ്വർണ്ണക്കൂട്, കാഞ്ചന എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ, സ്വർണ്ണക്കൂട്ടിന്റെ അകത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും ജീവിതം മുഴുവൻ ബന്ധനം തന്നെയാണ് ഈ ലോകത്തിൽ എന്ന് തത്തമ്മ പാടിയതുപോലെ നമ്മൾ വലിയ സ്വർണ്ണക്കൂടുകളിൽ കഴിയുന്നു. പക്ഷെ ബന്ധനമാണ് മൊത്തത്തിൽ. ഭാര്യ നല്ല പോലെ അല്ല എങ്കിൽ അവിടെ തർക്ക വിതർക്കങ്ങൾ. ഭർത്താവ് റൂട്ട് തെറ്റിപ്പോകുന്നുവെങ്കിൽ തർക്ക വിതർക്കങ്ങൾ. മക്കൾ ആധുനിക കാലഘട്ടത്തോട് യോജിച്ചു പോകുന്നത് കൊണ്ട് മക്കൾ നോക്കുന്നത് എങ്ങട്ടാ? മക്കള് മെസ്സേജ് അയക്കാണ്. 10ാം ക്ലാസ് ഞാനത് നേരത്തെ പറഞ്ഞു വെച്ചത്. A+ കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ A+ കിട്ടാതെ SSLC പാസ് എന്തോ ആകട്ടെ, അവൻ വാപ്പക്ക് മെസ്സേജ് അയച്ചു, വാപ്പ എനിക്കൊരു ഐഫോൺ പുതിയത് കൊണ്ടുവരണം, 16 Pro 17 Pro എന്നൊക്കെ പേര് വിളിച്ചവൻ പറയാം. അങ്ങനെ വാപ്പ കഷ്ടപ്പെട്ടിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോ പെട്ടി തുറക്കാനുള്ള ആവേശം കൊണ്ട് അവൻ നോക്കുന്നത് വാപ്പയുടെ മുഖത്തേക്കല്ല, വാപ്പയോട് സലാം ചെല്ലാനല്ല, വാപ്പക്കൊരു മുത്തം കൊടുക്കാനല്ല. അവൻ നോക്കുന്നത് മുഴുവനും അവന്റെ ഐഫോൺ കൊണ്ടുവന്നോ എന്നാണ്. വാപ്പ വിളിച്ചിട്ട് പറയാണ്, മോനെ എനിക്ക് വരാൻ പറ്റൂലടാ, അതായത് നീ പറഞ്ഞ ഡേറ്റിന് വരാൻ പറ്റില്ല, മൊബൈൽ പറഞ്ഞല്ലോ, അത് ഞാൻ ഇനി വരുമ്പോ കൊണ്ടുവരാന്ന് പറയുമ്പോ, നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് മൊബൈൽ ഇവിടെ എത്തണമെന്നതാണ് ഒട്ടുമിക്ക കുട്ടികളുടെയും വാശി. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിലേക്ക് ജമ്പ് ചെയ്യുന്ന മക്കളും നിങ്ങളെ മഹലിലുണ്ടോന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ ജമ്പ് ചെയ്യൽ എവിടേക്ക് എത്തുന്നു എന്നറിയോ? അത് മൊബൈൽ ഗെയിമിലേക്ക് കടക്കുന്നു. ഞാനിത് പറയുന്നത് തിയറി വായിച്ചിട്ടല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതിൽ റിസർച്ച് ചെയ്തിട്ടല്ല. ഓരോ ദിവസം നിങ്ങൾ എന്റെ മൊബൈൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. 50ഓളം കോളുകൾ ചുരുങ്ങിയത് വരുന്ന ഒരു മൊബൈലാണിത്, ഇത്തരം വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട്. അത് മെസ്സേജും കോളും കൂടി കൂട്ടുകയാണെങ്കിൽ 100ന്റെ മേലേക്ക് പോകും. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മംഗലാപുരം വരെ ഇപ്പൊ ലക്ഷദ്വീപ് നിന്നും തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് നിന്ന് മെസ്സേജും അലറി കരച്ചിലും ഉമ്മമാരുടെ നൊമ്പരങ്ങളും ഒരുപാട് വോയിസുകൾ ഇതിലുണ്ട്.
എന്താ കാരണം? കുട്ടികൾ മൊബൈൽ അഡിക്ഷൻ ആകുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും മൊബൈലിലേക്ക് പോയിട്ടല്ലേ എന്ന്. ഇതെന്താ സംഭവിക്കണമെന്നറിയോ? ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയോ? പ്രത്യേകിച്ച് ഉമ്മമാര്, നമ്മളെ ഭർത്താക്കന്മാര് പല ആൾക്കാരും ഗൾഫിലായിരിക്കും. നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടാകും. അതെന്തായാലും ഇപ്പൊ ഈ കൊറോണ വന്നപ്പോ എല്ലാവരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിഎമ്മും അത് ഇതൊക്കെ ആയപ്പോ എല്ലാവരും തുടങ്ങിക്കഴിഞ്ഞു. അതിൽ നിന്നും 2-3 എണ്ണം ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാം. പ്രൈവറ്റ് ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്ന ആളുകളുണ്ട്. ഞാനിത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നറിയാം, കുട്ടികളെ കൗൺസിലിംഗ് നടത്തുമ്പോഴാണ്. ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് അവര് പർച്ചേസ് ചെയ്യാണ്. ഒരു കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് രക്തക്കരച്ചിലാണ്. എന്നിട്ട് പറയാണ്, സാറേ 1,05,000 രൂപ ഞാൻ കടത്തിലാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ കടായത്? ചെറിയ മോനാണ്. അപ്പൊ ഉമ്മയുടെ കാർഡിൽ നിന്ന് 3 ക്രെഡിറ്റ് കാർഡ് എടുത്തതാണ്. എന്നിട്ട് അവൻ എന്താക്കിയെന്നാണ്, ചെറിയ മോനെന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു 10-14 വയസ്സ്. പ്രണയമൊന്നും തുടങ്ങാനൊന്നും എവിടേക്ക് എത്തിയിട്ടില്ല. തുടങ്ങണ വേറെ കാര്യം. അവൻ പ്രണയിച്ച പെണ്ണുണ്ടല്ലോ അപ്പുറത്തെ, ഒരേ ക്ലാസ്സിലെ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഓരോ സമ്മാനം പറഞ്ഞിട്ട് അത് പിന്നെ മീശോ എന്ന് പറഞ്ഞ കുറെ സാധനല്ലേ നിങ്ങൾക്ക്, അതിന്ന് അയച്ചു കൊടുത്തിട്ടായതാ 1,05,000. അവസാനം ഈ ഓൺലൈനിന്റെ ആളുകൾ വീട്ടിലേക്ക് വന്നപ്പോഴേ പാവ ഉമ്മ അറിയുന്നത് എന്റെ മോൻ കടമാക്കിയിരിക്കുന്നു എന്ന്. സ്വന്തം ഉമ്മയെ കൊല്ലുന്നതിന് മുമ്പ് ക്ഷമിക്കണം ഉമ്മ എന്ന് പറഞ്ഞിട്ട് സ്വന്തം ഉമ്മയെ പോലും കൊല്ലാൻ ആ ഉമ്മ രക്ഷപ്പെട്ടെങ്കിൽ പോലും കുടുംബത്തിലെ 4 ആളുകളെ കൊല്ലാൻ കാരണമായത് എന്താണെന്നറിയാം നിങ്ങൾ? മെയിനായിട്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇങ്ങനെയുള്ള സാമ്പത്തിക ട്രാപ്പിൽപ്പെട്ടതാണ്. 64 ലക്ഷം രൂപയോളം കടം വരുന്ന ഒരു കുട്ടി ഉണ്ടാകുമോ? അത്രയും ലക്ഷങ്ങൾ കടം വന്നത് എങ്ങനെയാണ്? നിങ്ങൾ എവിടെ നോക്കിയിട്ടായിരിക്കുന്നത്? നമ്മുടെ കുട്ടികൾ മൊബൈലിൽ കളിക്കുമ്പോ അറിയാണ്ട് പെയ്ഡിലേക്ക് കയറും. ആ പെയ്ഡ് കടം കൊടുത്ത് ഈ കടം കൊടുക്കുന്നവർക്കറിയാം ഈ പേയ്മെന്റ് എവിടുന്നാ വാങ്ങിക്കേണ്ടത് എന്ന്. കാരണം ഈ മൊബൈൽ ഇങ്ങനെ വരുന്ന സമയത്ത് ഓക്കെ നെക്കി കൊടുത്തിട്ടുണ്ടാവും. രക്ഷിതാവിനെ കൊടുക്കാനുള്ള കോഡാണത്. രക്ഷിതാവ് അത് കൊടുത്തിട്ടില്ലെങ്കിൽ ലീഗലി അവർ പ്രൊസീഡ് ചെയ്യും. ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ മൊബൈൽ കളിച്ചിട്ട്, ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന MDMA ഇല്ലേ, MDMAയേക്കാൾ ഭീമാകാരമായ അഡിക്ഷന്റെ പേരാണ് സത്യത്തിൽ മൊബൈൽ ഗെയിം. അത് ഫ്ലറിഷ് ആക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കൊണ്ട് ക്ഷമിക്കണം. മെഗാസ്റ്റാറും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നിങ്ങളുടെ മുമ്പിൽ ആരുമല്ല. പക്ഷെ ഈ അടുത്തിടെ ഒരു സിനിമ പോലും ഇറങ്ങിയത് ഒരു മഹലിന്റെ പരിപാടിയാണെങ്കിലും പറഞ്ഞോട്ടെ, ബസൂക്ക. ഗെയിമുകൾ നിർമ്മിക്കുന്ന ഏതോ ഒരു വില്ലനെ കുറിച്ച് അവതരിപ്പിച്ച് ഞാൻ സിനിമ കാണാറില്ല, പോകാറില്ല. പക്ഷേ വിലയിരുത്തണല്ലോ, കാലഘട്ടത്തെ മനസ്സിലാക്കാൻ. ഞാൻ ഇതൊക്കെ പഠിച്ചു വെക്കണം. ഞാനൊരു സൈക്കോളജിസ്റ്റാണ്. വല്ലാത്തൊരു ദുർഗതിയാണ്. അതിലവസാനം ഇങ്ങനെ കാലുകൾ ചവിട്ടിയിട്ട് വരുന്ന ചില രംഗങ്ങളെ കണ്ടത് ഒന്നായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കുട്ടികളെ അയച്ചു വരുമ്പോ ഒരു വില്ലൻ എവിടെയോ ഉണ്ട് എന്നതാണ്. ചളിവിളിൽ ചവിട്ടിട്ട് വരുന്ന ഒരു പ്രത്യേകമായ ഒരു ഇസ്രായേൽ ട്യൂണിലുള്ള വലിയൊരു മ്യൂസിക് ഒക്കെ കൊടുത്ത് അങ്ങനെ ആ വില്ലനാണ് ഈ പറയുന്ന എല്ലാ ഗെയിമുകളും കളിപ്പിക്കുന്നത് എന്നൊക്കെ വരുത്തി അവസാനം മലയാളത്തിന്റെ മെഗാസ്റ്റാർ അയാളെ തകർക്കാൻ വന്ന ആളാണെന്ന് ബോധ്യപ്പെടുത്തി അവസാനം നോക്കുമ്പോൾ ഇയാൾ തന്നെയാണ് അയാൾ എന്നതാണ്. യൂട്യൂബ് ബ്രൂട്ടസ് എന്ന അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. ഇത് കുട്ടികൾ ഇങ്ങനെ കാണുകയാണ്. അവസാനം ഒരു മാനസിക രോഗിയെ പോലെ ഡാൻസ് ആടി പോകുന്ന മെഗാസ്റ്റാറിനെയാണ് നമ്മൾ അതിൽ കാണുക. അദ്ദേഹം കാണുമോ എന്ന് എനിക്കറിഞ്ഞുകൂടെ. ഞാൻ അദ്ദേഹത്തിന് ഒരു മെയിൽ വിട്ടിട്ടുണ്ട്. അതിന്റെ 2ാം ഘട്ടം വരുമ്പോഴെങ്കിലും ഈ ബസൂക്ക എന്ന് പറയുന്ന ആള് പോസിറ്റീവ് ആയിരുന്നു എന്നുള്ള ടീമിലേക്ക് കൊണ്ടുപോയാൽ നന്നായിരിക്കും. കാരണം മാസ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് വല്ലാണ്ട് എഫക്ട് ചെയ്യും. പ്രത്യേകിച്ച് വിഷ്വൽ ആയിട്ടുള്ളത് എഫക്ട് ചെയ്യും. ഞാൻ ഒന്നും കൂടി പറയാം. ഇവിടെ എന്റെ പ്രിയങ്കരായ ഒരുപാട് സുഹൃത്തുക്കൾ പ്രഭാഷണത്തിന് വരുന്നു. ഖലീൽ ഹുദവിയെ പോലെയുള്ള സിൻസാർ അൽ ഹുദവിക്ക് എന്റെ പ്രിയങ്കരനായ കൂട്ടുകാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് പലയിടത്തും പ്രസംഗത്തിന് പോകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെയുള്ള ഓരോ ആളുകളും മനസ്സിലാക്കേണ്ടത്, ഓരോ പണ്ഡിതന്മാരുടെയും 100 പ്രസംഗങ്ങൾ ഇവിടെ നടന്നാലും ഒരൊറ്റ സിനിമ മതി ആധുനിക കുട്ടികളെ മൊത്തത്തിൽ വഴികെടുത്താൻ. അത് നിങ്ങൾ പഠിക്കണം. കാരണം വിഷ്വൽ കോൺസെപ്റ്റ് അതാണ്. അത് ബോധ്യപ്പെടാൻ ഒരു സൈക്കോളജിക്കൽ ടിപ്പ് പറഞ്ഞു തരാം. മഹലിന്റെ സദസ്സാണെങ്കിൽ ഇതൊക്കെ ഇപ്പൊ പറയേണ്ടി വരികയാണ്. നിങ്ങൾ ക്ഷമിക്കണേ, പറഞ്ഞോട്ടെ. എന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പൊ ഞാനിവിടെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകില്ല. ഒരു ഓളത്തിൽ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അവിടെ ഞാൻ ഈ അടുത്തിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പ്രസംഗം നിർത്തുകയാണെന്നുള്ളതാണ്. വിരാട് കോഹ്ലി വിരമിച്ചു എന്ന് പറഞ്ഞ മാതിരി പ്രസംഗം നന്നായിരിക്കുമ്പോ തന്നെ വിരമിക്കുക, എന്നിട്ട് ട്രെയിനിങ്ങിലേക്ക് പോവുക. ഞാൻ നമ്മളെ കായക്കണ്ടിയോട് പറഞ്ഞിട്ടില്ലേ, നിങ്ങളോടാണ് ആദ്യം പറഞ്ഞത് എനിക്ക് ഓർമ്മ. കാരണം പ്രസംഗം ഒരു ഓളമാണ്. എഫക്റ്റ് ഒക്കെ ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരാളെ വാർത്തെടുക്കുന്നതിന് പകരമാകുന്നില്ല. ഇന്നലെ ഒരു കുട്ടി എന്നോട് പറഞ്ഞു,
സാർ നിങ്ങളുടെ ആ ട്രെയിനിങ് എപ്പോഴാണ് തുടങ്ങുക? ഒരു സ്പിരിച്വൽ ട്രെയിനിങ്, അതിന് ഞാൻ പൈസ ഒന്നും വാങ്ങിക്കാറില്ല. അപ്പൊ ആ കുട്ടി 4 വർഷം മുമ്പ് ആ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴും തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പ്രസംഗത്തിലൊന്നും ചിലപ്പോൾ നമ്മൾ തഹജ്ജുദ് ഒന്നും തുടങ്ങിക്കൊള്ളുന്നില്ല. അത് സുജൂദിൽ കിടന്നുകൊണ്ടുള്ള കരച്ചിലും ആ സമയത്തുള്ള ചിന്താഗതികളും പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അത്തരം ക്യാമ്പുകൾ സക്സസ് ആകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട്, ഇവിടെ ഇരിക്കുന്നവരോട്, ഗെയിമിലൂടെ പോയി 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 അവസാനം കുട്ടികൾ ഇങ്ങനെ നെഗറ്റീവ് ആകുന്നു. ആ ഗെയിമിന്റെ അഡിക്ഷൻ പോയി മറ്റൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തുന്നു. നമ്മൾ അറിയുന്നുണ്ടോ അത്? ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഇത് തുടങ്ങിയിട്ടുണ്ടോന്ന് അറിയാം. എന്താണ് ഫ്രീ ഫയർ? കുട്ടികൾ കളിക്കുന്ന ഒരു കളിയാണ് ഫ്രീ ഫയർ. ഈ ഫ്രീ ഫയർ കളിച്ചാൽ എന്തുണ്ടാകാന്നറിയോ? ഫ്രീ ഫയർ കളിച്ചാൽ ഉണ്ടാകുന്നത് ഒരു കുട്ടി ആക്രമിച്ച് ഇങ്ങനെ പോവാണ്. ഫ്രീ ഫയർ ആണ്. ആ പേര് തന്നെ അങ്ങനെയാണ്. അമേരിക്കയിലാകട്ടെ, ലണ്ടനിലാകട്ടെ, ലോകത്തിൽ ഏത് രാജ്യത്താകട്ടെ, എക്സെപ്റ്റ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ ചില രാജ്യങ്ങളല്ലാത്ത ഇന്ത്യയിൽ പോലും ബുള്ളറ്റ് ഉള്ളവന്റെ അഥവാ തോക്കിന് പിന്നെ ഇത് കിട്ടിയിട്ട് ലൈസൻസ് ഉള്ളവന്റെ ഒരു ബുള്ളറ്റ് നഷ്ടപ്പെട്ടാൽ അതിന്റെ എന്ത് കൊടുക്കണം? നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. SP ഓഫീസിലും കളക്ടർ അടുക്കലും. ജസ്റ്റ് പൊട്ടിക്കാൻ പാടില്ല. ലൈസൻസ് ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം. നമ്മളടുത്ത് 6 or 7 ബുള്ളറ്റ് ഉണ്ടെങ്കിൽ അത് ഒന്ന് പോയാൽ അത് എവിടെ ഉപയോഗിച്ചു എന്ന് നമ്മൾ SP ഓഫീസിൽ റെക്കോർഡഡ് ആണ്. അതെങ്ങനെ ഉപയോഗിച്ചു എന്ന്. കാരണം അത് ഫ്രീ അല്ല. ഫയർ ഫ്രീ അല്ല എന്നർത്ഥം. കാരണം അത് അങ്ങനത്തെ ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പൊളിറ്റിക്കൽ റീസൺ ഉണ്ടാകുമ്പോ, എക്കണോമിക് റീസൺ ഉണ്ടാകുമ്പോ, അല്ലെങ്കിൽ അയാളുടെ ജീവഹാനിക്ക് പ്രശ്നം, ജീവൻ ഹനിക്കുക എന്നുള്ള പ്രശ്നം വരുമ്പോഴൊക്കെ ചിലപ്പോൾ സർക്കാർ അങ്ങനെ സഹായിക്കാറുണ്ട്. അത് ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിന് എന്തുണ്ട്? ഇത് ഫ്രീ ആണ്. കംപ്ലീറ്റ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നാലും ഒരു പൈസയും ചെലവില്ലല്ലോ. അതുകൊണ്ട് ഫ്രീ ഫയർ കളിച്ച് ഇങ്ങനെ പോവാൻ. ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾക്ക് അതെല്ലാം കൂടി നിർത്താനൊന്നും കഴിയില്ല. പക്ഷെ ഞാൻ എന്റെ ഭാഗം പറയാൻ എന്ന് വെച്ചാൽ അത് ഒരാളെ കൊല്ലുന്നു, പിന്നെ അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നു, കൊന്ന് ഇങ്ങനെ പോവാൻ. നിങ്ങൾ കാണുമ്പോ വിചാരിക്കണം അതിനെന്താ ഇപ്പൊ കുറെ ആൾക്കാർ ഇങ്ങനെ വെറുതെ കമ്പ്യൂട്ടറിൽ കൊല്ലല്ലേ എന്നതാണ്. ഈ മെന്റാലിറ്റി എങ്ങനെ വരുന്നു? അതാ ഞാൻ പറഞ്ഞത് MDMA-യേക്കാൾ കുറച്ച് പ്രശ്നമാണ് ഇത് എന്ന്. കാരണം മെന്റാലിറ്റി മാറുന്നു. പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിഞ്ഞുകൂടാ. മനസ്സിലാക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ട്. പെർസെപ്ഷൻ, ഒപ്പീനിയൻ, ബിലീഫ് സിസ്റ്റം, ആറ്റിറ്റ്യൂഡ്. സൈക്കോളജിയിൽ ഇങ്ങനെ 4 തട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ഒരാളെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണെന്നറിയോ? അത് പെർസെപ്ഷൻ ആണ്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കുറിച്ചൊരു പെർസെപ്ഷനേ ഉണ്ടാകൂ, ഒരു പെർസെപ്ഷൻ. പക്ഷേ ഈ പറയുന്ന ഇബ്രാഹിം സാഹിബിനും അതേപോലെ തന്നെ ഫൈസൽ സാഹിബിനും എന്നെ കുറിച്ച് ഒപ്പീനിയൻ ഉണ്ടാവും. കാരണം എന്നെ കുറിച്ചുള്ള ഒപ്പീനിയൻ നിങ്ങൾക്കായിട്ടില്ല. കാരണം എന്നിട്ട് നേരിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല. ദൂരത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു ശത്രുവിനെ പോലെ തോന്നാം പലരെയും. അങ്ങനെ തന്നെയല്ലേ? പറഞ്ഞോണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒരു സംഘടനക്കാര് വിദൂരതയിലേക്ക് നോക്കുമ്പോൾ ആ സംഘടനക്കാരെ ശത്രുവായിട്ട് തോന്നും. കാരണം അന്നാസു അഅദാഉ മാ ജഹലു എന്നാണ് അറബിയിൽ ഒരു ചൊല്ലാണ്. അന്നാസു അഅദാഉ മാ ജഹൽ. മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഇപ്പൊ ഇവിടെ ഉസ്താദുമാർ ഇവർ രണ്ടാളും, ഒന്ന് ഉസ്താദ് ഒന്ന് പ്രസിഡന്റ് എന്ന് വിചാരിക്കും അല്ലെ? പ്രസിഡന്റ് അല്ല, നിങ്ങൾ കൺവീനർ അല്ലേ, ഇന്നത്തെ അധ്യക്ഷൻ. അപ്പൊ ഇവര് തമ്മിൽ നന്നായിട്ട് അറബി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അടിപൊളിയായിട്ട് അറബി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലേക്ക് ഞാൻ അങ്ങോട്ട് കയറി വന്ന് എനിക്ക് അറബി തീരെ സംസാരിക്കാനും അറിയില്ല എന്ന് വിചാരിക്കും. എനിക്ക് ഇവരോട് മാത്രമല്ല ദേഷ്യം തോന്നുക, ആരോടൊക്കെ തോന്നുക? അറബി ഭാഷനോടും തോന്നും. നിങ്ങൾക്ക് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു. കാരണം അന്നാസു അഅദാഉ മാ ജഹലു, മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രുവാണ്. ഇനിയിപ്പോ ഇവര് ഇംഗ്ലീഷാ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വിചാരിക്കും. ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലിടക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന് എനിക്കൊരു ഇംഗ്ലീഷും അറിയില്ല എന്ന് വിചാരിക്കും. ഞാൻ ഇവരുടെ മാത്രം ശത്രുവല്ല. നിങ്ങളൊരു ഇംഗ്ലീഷ് എന്നാ പറയും, അല്ല നിങ്ങളൊരു ഹിന്ദി എന്നാ പറയും. ഹിന്ദി എന്ത് ചെയ്തു? അവരുപയോഗിച്ചെന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അറിയാത്തതിന്റെ ശത്രുവാണ്. നമ്മൾ ചിലപ്പോ ചില സംഘടനക്കാരെ വളരെ വിരോധത്തോടു കൂടി കാണുന്നു. അറിയാത്തത് കൊണ്ട്, ആവർത്തിച്ചു പറയുന്നു, അറിയാത്തത് കൊണ്ട്. ഞാൻ എല്ലാവരുടെ ഇടയിലും പോകുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെ മലിഞ്ഞിലൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്റേതായ ഒരു വഴിയുണ്ട്. പക്ഷെ ഒരുമക്ക് വേണ്ടി ഞാൻ എല്ലായിടത്തും പോകാറുണ്ട്. സമദാനി സാഹിബ് അങ്ങനെ തന്നെയാണ്. എന്റെ ആദ്യത്തെ അധ്യാപകനാണ് സമദാനി സാഹിബ്. 7 വർഷത്തിന്റെ അധ്യാപകനാണ് സമദാനി സാഹിബ്. 1-2 വർഷമല്ല, ലോങ് 7 years.